السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിൽ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ജിബ്രീൻ റഹിമഹുള്ളയുടെ തസ്ഹീദുൽ ഫിഖ്ഹ് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഫിഖ്ഹ് ക്ലാസ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ കിതാബ് സ്വലാത്തിൽ 3 അധ്യായങ്ങൾ, 2 അധ്യായം പൂർണ്ണമായും 3ാമത്തെ അധ്യായം ഭാഗികമായും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു. 3ാമത്തെ ബാബ് ഉഖൂബത്തു മൻ ഫറത്ത ഫീഹ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്ന അധ്യായമാണ്. അന്നല്ലാഹ തആല ഇഖ്തസ്സഹ മിൻ ബൈനി അർക്കാനിൽ ഇസ്ലാം അന്നഹു ഫറളഹ അലാ നബിയിഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാ വാസിതത്തിൻ ലൈലത്തുൽ മിഅ്റാജ്. ഈ ഒരു നിസ്കാരം എന്നത് ഇഖ്തസ്സഹ, അള്ളാഹു അതിനെ പ്രത്യേകമാക്കി ഖാസാക്കിയിരിക്കുന്നു. മിൻ ബൈനി അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ റുക്നുകൾക്കിടയിൽ പ്രത്യേകമായി അള്ളാഹു തിരഞ്ഞെടുത്ത റുക്നാണ് നിസ്കാരം. അന്നഹു ഫറളഹ അലാ നബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങൾക്ക് അള്ളാഹു തആല ഫർളാക്കി. ബിലാ വാസിതത്തിൻ, ഒരു ഇടയിൽ ഒരാളില്ലാതെ, അഥവാ ജിബ്രീൽ മുഖേന അല്ലാതെയാണ് ഫർളാക്കിയത്. മറ്റെല്ലാം ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിക്ക് വന്ന് നബിക്ക് വഹയായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാം. നിസ്കാരം അള്ളാഹു തആല നബിയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അള്ളാഹു നേർക്കുനേരെ നൽകുകയാണ് ചെയ്തത്. അത് നിസ്കാരത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ബാക്കി നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിക്ക് വന്ന് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നിസ്കാരത്തിൽ അങ്ങനെ ഒരു ഇടയിൽ ഒരു മലക്കില്ല. അള്ളാഹു നേർക്കുനേരെ നബിക്കത് നൽകുകയാണ് ചെയ്തത്. ലൈലത്തുൽ മിഅ്റാജിൻ്റെ രാത്രി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതേപോലെ തന്നെ കമാ അന്നഹു തആല ഇഫ്തറളഹ അലാ അംബിയാഇഹി വറുസുലിഹി ഖബ്ല മുഹമ്മദിൻ അലൈഹിം അഫ്ളലു സ്വലാത്തി വതമ്മ തസ്ലീം, മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ അംബിയാഇനും മുർസലുകൾക്കും അല്ലാഹു തആല നിസ്കാരം ഫർളാക്കിയിട്ടുമുണ്ട്. ബാക്കിയെല്ലാം അങ്ങനെ ഉണ്ടാകണം എന്നില്ല. നിസ്കാരം കഴിഞ്ഞകാല അംബിയാക്കന്മാർക്കും അല്ലാഹു തആല ഫർളാക്കിയിരിക്കുന്നു. ഫഅഖ്ബറനാ ജല്ല വഅസ്സ അന്നഹു ഇഫ്തറളഹ അലാ അബിൽ അംബിയാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം ഫർളായിരുന്നുവെന്ന് അല്ലാഹു തആല പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ വ്യത്യാസം ഉണ്ടാവും. 5 വക്താവൂല, അതേപോലെ അതിൻ്റെ രൂപം ഭാവവും അതേപോലെ പിന്നെ രൂപങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ നിസ്കാരം എന്നത് അവർക്കെല്ലാം ഫർളായിരുന്നു എന്നാണ് ഖുർആൻ കൊണ്ട് മനസ്സിലാകുന്നത്. ഇബ്രാഹിം നബി പറഞ്ഞു അൻതഹിറ ബൈത ത്വായിഫിന വൽ ആകിഫിന വറുക്കഇ സുജൂദ് എന്നവിടെ പറഞ്ഞു. അതേപോലെ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉമ്മത്തിനെ എൻ്റെ സന്താനങ്ങളെ മുഖീമിസ്വല, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാക്കണേ എന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മൂസാ നബിയോട് വല്ല വഹി കൊടുത്തപ്പോൾ, തുരീസിനെ വെച്ച് ആദ്യമായി വഹി കൊടുത്തപ്പോൾ അവിടെ കൊടുത്ത മറുപടി ഇന്നനി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, നീ എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞത് സൂറത്ത് ത്വാഹയിൽ കാണാം. ഒരുപാട് സ്ഥലത്ത് കാണാം മൂസാ നബിയുടെ വിഷയം പറഞ്ഞെടുത്ത് അവിടെയൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. വൗഹയ്നാ ഇലാ മൂസാ വഅഖീഹി അൻ തബവ്വഅ ലിഖൗമിക ബിമിസ്ര ബുയൂത വജഅലു ബുയൂതകും ഖിബ്ല വഅഖീമുസ്സലാ
നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. സൂറത്ത് യൂനുസിലെ 87-ാമത്തെ വചനം. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടിവെച്ച് സംസാരിച്ചപ്പോഴും ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനി കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. അവിടെ നിസ്കാരം പറഞ്ഞു. ഇസ്മായിൽ നബിയെ കുറിച്ച് പറഞ്ഞപ്പോഴും വദ്കുർ ഫി കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യ എന്നവിടെ പരിചയപ്പെടുത്തി. ഇബ്രാഹിമിന്റെ പ്രാർത്ഥന റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു തആല പറയുന്നു. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫില വകുല്ലൻ ജഅൽനാ സ്വാലിഹീൻ. ഇബ്രാഹിം നബിക്ക് നാം ഇസ്മായിൽ ഇസ്ഹാഖിനെയും യഅഖൂബിനെയും പാരിതോഷികമായി നൽകി. വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഅഹ്യൈനാ ഇലൈഹിം ഫഇലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാ എന്നവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. സക്കറിയ നബിയെ കുറിച്ച് പറയുമ്പോഴും ഫനാദത്തുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കെ മലക്കൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു എന്നാണ് അവിടെ പ്രയോഗിച്ചത്. അപ്പോൾ കഴിഞ്ഞകാല പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു ഫർളാക്കിയ റുക്കിനാണ് നിസ്കാരം എന്നത്. അതതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഒന്ന്, അള്ളാഹു തആല മുഹമ്മദ് നബിക്ക് നേർക്കുനേരെയാണ് നിസ്കാരം ഫർളാക്കിക്കൊണ്ട് നിശ്ചയിച്ചു കൊടുത്തത്. രണ്ടാമത്, മുഹമ്മദ് നബിക്കും ഈ ഉമ്മത്തിനും മാത്രമല്ല കഴിഞ്ഞകാല പ്രവാചകന്മാർക്കും അത് അള്ളാഹു ഫർളാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കമാ ഫഅഖ്ബറനാ ജല്ല വഅസ്സ അന്നഹു ഇഫ്തറളഹാ അലാ അബിൽ അംബിയാഇ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിക്ക് അള്ളാഹു തആല അത് ഫർളാക്കി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതേപോലെ വഅഖ്ബറനാ അയ്ളൻ ഫി ആയാത്തിൻ കസീറ അന്നഹു ഇഫ്തറളഹാ ബഅദ ദാലിക അലാ കസീർ മിൻ അംബിയാഇ വറസുലിഹി. ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഫർളാക്കി പറഞ്ഞു. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആയത്തൊക്കെ തന്നെ. വആഖിറുഹും ഖബ്ല മബ്അസി നബിയിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ, മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന അവസാനത്തെ നബി ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബിക്ക് അത് ഫർളാക്കിയിട്ടുണ്ട്. അതേപോലെ മൂസാ നബിക്ക് ഫഅമറഹു ബിഹാ ബിലാ വാസിതൻ ബൈനഹു വബൈനഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും ഇടയിൽ ഒരു വാസിത ഇല്ലാതെ, ഇടയിൽ ഒരാളില്ലാതെയാണ് അള്ളാഹു തആല ഈ ഫർളിനെ ഫർളാക്കി നിശ്ചയിച്ചു കൊടുത്തത്. അതാണ് 10-ാമത്തൊരു പോയിന്റ്. 11-ാമത്തൊരു മസ്അല അന്നൽ മുവാളബത അലൈഹാ അലാമത്തുൻ അലാ സിദ്ഖി ഈമാനിൽ അബ്ദി. അന്നൽ മുവാളബത അലൈഹാ, നിസ്കാരം പതിവാക്കുക എന്നത്, മുവാളബത്ത് പതിവാക്കുക, മുടങ്ങാതെ കൃത്യമായി പതിവായി ചെയ്യുന്നതാണ് മുവാളബത്ത്. വാളബ യുവാളിബു മുവാളബത്ത്. അന്നൽ മുവാളബത അലൈഹാ, നിസ്കാരം പതിവായി ചെയ്യുക എന്നത് അലാമത്തുൻ, അതൊരു അടയാളമാണ് അലാ സുദ്ഖി ഈമാനിൽ അബ്ദി, ഒരു അടിമയുടെ വിശ്വാസം, ഈമാൻ സത്യസന്ധമാണ് എന്നതിനുള്ള അടയാളമാണ്. ആത്മാർത്ഥമായി അയാൾ വിശ്വസിക്കുന്നുണ്ട്, സത്യമായി അയാൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലാതെ കാപ്പട്യമല്ല എന്ന് പ്രകടമാകുന്ന അടയാളമാണ് ഒരാൾ കൃത്യമായി നിസ്കരിക്കുന്നു എന്നത്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വാക്കാണ് തെളിവ്. ഫി ഹദീസി അബ്ദുല്ലാഹി ബിൻ അംർ അസ്സാബിഖ്, അബ്ദുല്ലാഹി ബിൻ അംർ പറഞ്ഞ നേരത്തെ കൊടുത്ത ഹദീസ്, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വബുർഹാന. കഴിഞ്ഞ ദിവസം എടുത്തത്. കൃത്യമായി ഒരാൾ അത് നിഷ്ഠയോടെ ചെയ്യുന്നുവെങ്കിൽ അതവന് വെളിച്ചമാണ്, നൂറൻ വബുർഹാന എന്ന ഒരു ബുർഹാനുമാണ്, തെളിവുമാണ്. അപ്പം എന്ത് തെളിവ്? അവൻ്റെ ഈമാനിനുള്ള തെളിവാകുന്നു അവൻ കൃത്യമായി നിസ്കരിക്കുന്നുവെന്നത്. 12-ാമത്തെ കാര്യം അന്നഹ ഖുർറത്തു ഉയൂനിൽ മുവഹിദീൻ, തൗഹീദുള്ള ആളുകൾക്ക് കൺകുളിർമയാണ് നിസ്കാരം. ഖുർറത്തു ഉയൂനിൽ മുവഹിദീൻ, ഖുർറത്തു ഐൻ, കൺകുളിർമ. തൗഹീദുള്ളവൻ, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ച ആളുകൾക്കുള്ള കൺകുളിർമയാണ് നിസ്കാരം. വസബബുൻ ലിൻശിറാഹി സുദൂരിഹിം, അവരുടെ ഹൃദയ വിശാലതക്ക് അതൊരു കാരണമാണ്. വദഹാബി ഹുമൂമിഹിം വഗുമൂമിഹിം, അവർ എല്ലാ ഹമ്മും എല്ലാ ഒമ്മും എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസവും ടെൻഷനുകളുമൊക്കെ പോകാനുള്ള കാരണം കൂടിയാണ് ആത്മാർത്ഥമായി നിസ്കരിക്കുക എന്നത്. വലിമാ റുവിയ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ലിമാ സബത്ത അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി തങ്ങൾ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഖും യാ ബിലാൽ ഫഅരിഹ്നാ ബിസ്സലാ, നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് വിളിക്കാൻ ബിലാലിനോട് പറയുമ്പോൾ
നബി പറയുന്ന വാക്കിതായിരുന്നു, ഖും യാ ബിലാൽ ഫഅരിഹ്നാ ബിസ്സലാ, നിസ്കാരം കൊണ്ട് നീ ഞങ്ങൾക്കൊരു റാഹത്ത് തരൂ എന്നാണ് പറയുക. അരിഹ്ന, നീ ഞങ്ങൾക്ക് റാഹത്ത് നൽകൂ ബിലാലെ ബിസ്സലാ, നിസ്കാരം കൊണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ ബിലാലിന് മനസ്സിലായി ഇഖാമത്ത് കൊടുക്കാനാണ് ഈ പറയണത്. അപ്പോൾ ഇഖാമത്ത് വിളിക്കൂ എന്ന് പറയാതെ നബി ഉപയോഗിച്ച വാക്ക് അരിഹ്ന യാ ബിലാൽ ബിസ്സലാ, ബിലാലെ നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു റാഹത്ത് നൽകൂ. അപ്പം നിസ്കാരം നബിക്ക് റാഹത്തായിരുന്നു എന്ന് വ്യക്തം. നബിക്ക് ഖുറത്തു ഐനാണ് എന്നും മറ്റേ ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് അടുത്തത്, ജുഇലത്ത് ഖുറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ എൻ്റെ നിസ്കാരത്തിലാകുന്നു. ഒഫീ സനദിഹി ളുഅ്ഫുൻ, പക്ഷെ അതിൻ്റെ പരമ്പരയിൽ ചില ദുർബലതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആശയം സ്ഥിരപ്പെട്ടു വന്നു. പക്ഷേ ഈ പദം നബി പറഞ്ഞോ ഇല്ലേ എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പം ഇത്രയും സംഗതികൾ നിസ്കാരത്തിൻ്റെ മഹത്വങ്ങളാണ്. 12 കാര്യം പറഞ്ഞു. നിസ്കാരത്തിൻ്റെ ഫള്, അതിൻ്റെ മഹത്വമായി 12 കാര്യങ്ങൾ. ഇനി അദ്ദേഹം പറയാൻ പോകുന്നത് ഉഖൂബത്തു മൻ ഫറത ഫീഹാ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകൾക്കുള്ള ശിക്ഷ. നിസ്കാരം ഉപേക്ഷിക്കുക, നിസ്കരിക്കാതിരിക്കുക, അതിന് കിട്ടുന്ന ശിക്ഷ. ഉഖൂബത്തു മൻ ഫറത ഫീഹാ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഫറത വീഴ്ച വരുത്തിയ, ഫറത യുഫരിതു തഫ്രീത്ത് എന്ന് പറഞ്ഞാൽ വീഴ്ച കാണിക്കലാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് ഈ അധ്യായം. തർക്കു സ്വലാത്തിൽ മഫ്റൂദ മിൻ ഗൈരി ഉദ്രിൻ കുഫ്റുൻ മുഖ്രിജുൻ മിനൽ മില്ലത്തി. തർക്കു സ്വലാത്തിൽ മഫ്റൂദ, ഫർളായ നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് മിൻ ഗൈരി ഉദ്രിൻ, ഒരു ഉദ്റുമില്ലാതെ. ഉദ്ർ ഉദ്ദേശിച്ചത് അള്ളാഹു അനുവദിച്ച ഉദ്ർ, ഉറക്കം, മറവി തുടങ്ങി അള്ളാഹു തആല അനുവദിച്ചു കൊടുത്ത ഒഴികഴിവുകൾ, എക്സ്ക്യൂസുകൾ, അതൊന്നുമില്ലാതെ ഒരാൾ ഫർളായ നിസ്കാരം ഒഴിവാക്കുക എന്നത് കുഫ്റുൻ, അത് കുഫറാണ്. മുഖ്രിജുൻ മിനൽ മില്ലത്തി, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാകുന്നു. കുഫർ രണ്ട് തരമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറുണ്ട്, പുറത്തു പോവാത്ത ഈമാൻ കുറക്കുന്ന കുഫറുമുണ്ട്. കുഫറും ദൂന കുഫർ എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഒരു അധ്യായം തന്നെ കൊടുത്ത് കാണാൻ പറ്റും. കുഫറിന് താഴെയുള്ള കുഫർ, അത് കുഫറാണ്, പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. എന്നാൽ ഇതല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള കുഫറാകുന്നു. നിസ്കാരം ഒരു കാരണവുമില്ലാതെ, ന്യായമായ ശരീഅത്ത് അംഗീകരിച്ച കാരണങ്ങൾ എതുമില്ലാതെ ഒരു ഫർളായ നിസ്കാരം ഒഴിവാക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ നിമിത്തമാകുന്ന കുഫറാകുന്നു. വതാരിക്കുഹ, അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരാൾ ഹലാലുദ്ദമി വൽമാൽ, ഹലാലുദ്ദമി, അയാളുടെ രക്തം ഹലാലാണ്, വൽമാൽ, അയാളുടെ സമ്പത്തും ഹലാലാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കോടതിക്ക് അയാളെ കൊല്ലാൻ അവകാശമുണ്ട്. നിസ്കാരം ഒഴിവാക്കിയ ഒരാൾ ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അറസ്റ്റ് ചെയ്യും, കോടതിയെ ഹാജരാക്കും, വിചാരണ ചെയ്യും. എന്നിട്ട് അയാൾക്ക് നൽകാവുന്ന ശിക്ഷയുടെ പരമാവധി ശിക്ഷ എന്നുള്ളത് അയാളെ കുന്നുകൾ, വധശിക്ഷ എന്നുള്ളതാണ്. അയാളുടെ സ്വത്ത് മുസ്ലിമികളെ പൊതു ഖജനാവിലേക്കുള്ള സ്വത്താക്കി അവിടെ പിടിച്ചെടുക്കുകയും ചെയ്യും. അതാണ് നൽകാവുന്ന മാക്സിമം ശിക്ഷ. എല്ലാവർക്കും കൊടുക്കില്ല, അതിൽ ഏറ്റവും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അതാണ് അയാൾ തഫ്സീലും ഫീലാലിക്ക, അതിന് വിശദാംശങ്ങളുണ്ട്. ഫിൽ ബാബിൽ അത്തി ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ വിശദമായി പറയാം. എത്ര നിസ്കാരം ഒഴിവാക്കിയാൽ, ഒരു നിസ്കാരം ഒഴിവാക്കിയത് വകുപ്പുണ്ടോ, അതല്ല കുറേ കാലം നിസ്കരിക്കാതിരുന്നാലാണോ, അത് പരിഹസിച്ചുകൊണ്ട് നിസ്കരിക്കാതിരുന്നാലാണോ, നിസ്കാരം ഫർള് അംഗീകരിച്ചുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിയാൽ അയാൾക്ക് ഈ വിധിയുണ്ടോ എന്നൊക്കെ വിശദാംശങ്ങളുണ്ട്. അത് അടുത്ത അധ്യായത്തിൽ വരും ഇൻഷാ അല്ലാഹ്. വഖദ് ഹക്കാ ജംഉ മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ ഒരു സംഘം ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഇജ്മാ അസ്സഹാബത്തി, സ്വഹാബിമാർ ഇജ്മാ ഉണ്ട് എന്ന്, അലാ കുഫ്രി താരിഖി സ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ് എന്ന കാര്യത്തിൽ സ്വഹാബത്തിൻ്റെ ഇജ്മാ ഉണ്ട്. തഹാവുനൻ വകസ്ല, അലസമായും അതിനെ നിസ്സാരവൽക്കരിച്ചുമൊക്കെ ഒരാൾ നിസ്കാരം ഒഴിവാക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന കാര്യത്തിൽ സ്വഹാബിമാർ ഏകോപിച്ചിരിക്കുന്നു എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട്. പല പണ്ഡിതന്മാരും അങ്ങനെ താബിഈകൾ മുതൽ പലരുമൊക്കെ അത് പറഞ്ഞത് കാണാൻ കഴിയും. ലിഖൗലി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വാക്കാണ് തെളിവ്. ബൈനർ റജുലി വബൈനൽ കുഫ്രി വശിർക്കി തർക്കുസ്സലാ, ബൈനർ റജുലി വബൈനൽ കുഫ്രി വശിർക്ക്, ഒരാളുടെയും കുഫ്രിനും ശിർക്കിനും ഇടയിലുള്ളത് തർക്കുസ്സലാ,
നിസ്കാരം ഉപേക്ഷിക്കലാകുന്നു. അതാണ് അവൻ്റെയും ഷിർക്കിനും ഇടയ്ക്കുള്ള ഒരു തടസ്സം. അപ്പോൾ നിസ്കാരം ഒഴിവാക്കിയാൽ ആ തടസ്സം നീങ്ങി. അതുപോലെ കുഫ്റിക്കെത്തി, ഷിർക്കിലേക്കെത്തി. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണത്. വഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊരു ഹദീസ്, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ്സലാം ഫമൻ തറകഹാ ഫഖദ് കഫറ. നമ്മുടെയും അല്ലാത്തവരുടെയും ഇടയ്ക്കുള്ള വ്യത്യാസം നിസ്കാരമാണ്. അത് ആരും ഉപേക്ഷിച്ചുവോ ഫഖദ് കഫറ, തീർച്ചയായും അവൻ അവിശ്വാസിയായിരിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസും അത് തെളിവ് റവാഹുൽ ബുഖാരിയു, ഇമാം ബുഖാരി റഹിമഹുല്ല അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പം അതിന് മൻ തറക്ക ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഉപേക്ഷിച്ചാൽ അതിലാണ് പിന്നെ വ്യത്യാസമുള്ളത്. അത് ഉപേക്ഷ എല്ലാവർക്കും ബാധകമാണോ, അതല്ല നിർബന്ധമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉപേക്ഷിച്ചാലാണോ, ഒറ്റ വക്ത് ഉപേക്ഷിച്ചാൽ അവന് ബാധകമാകുമോ, അല്ല ജംഇൻ്റെ അവസരം നമസ്കാരമാണെങ്കിൽ ജമ്മിന് സമയം കഴിയുന്നത് വരെ അയാൾക്ക് അതിന് സാവകാശമുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വലിമാ സബത അൻ അബിൽ ഹജ്ജാജ് മുജാഹിദ് ബിൻ ജബർ റളിയല്ലാഹു അൻഹു. അബുൽ ഹജ്ജാജ് മുജാഹിദ് ബിൻ ജബർ ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് മുജാഹിദ്. താബിഈ പ്രമുഖനാണ് മുജാഹിദ് ബിൻ ജബർ. ഇബ്നു അബ്ബാസിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 3 പ്രാവശ്യം ഓരോ ആയത്തിനും തഫ്സീർ ചോദിച്ചു പഠിച്ച് എഴുതിയെടുത്ത ആളാണ് മുജാഹിദ്. താബിഈയാണ്. ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാർ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യനാണ്. ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ ഓരോ ആയത്ത് ചോദിച്ച് ആവശ്യമുള്ള എഴുതിയെടുത്ത് അങ്ങനെ 3 പ്രാവശ്യം ഖുർആൻ കംപ്ലീറ്റ് അദ്ദേഹം ഇബ്നു അബ്ബാസിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തഫ്സീർ വിഷയത്തിൽ ഒരു ആയത്തിന് മുജാഹിദ് അങ്ങനെ അർത്ഥം പറഞ്ഞു പറഞ്ഞാൽ അത് മതി എന്നാണ്. പിന്നെ ഇനി വേറെ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇബ്നു അബ്ബാസിന് കിട്ടിയതാണ് ഇമാം മുജാഹിദ് പറയാറുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ജാബിർ ബിൻ അബ്ദില്ല അൽ അൻസ്വാരി സ്വാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. നബി തങ്ങളുടെ കൂട്ടുകാരനായ ജാബിർ ബിൻ അബ്ദില്ല അൽ അൻസ്വാരി, മദീനക്കാരനാണ്. ജാബിർ ബിൻ അബ്ദില്ല പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം സ്വഹാബിയാണ്, വാപ്പയും സ്വഹാബിയാണ്. വാപ്പ അബ്ദുള്ള ഉഹദിൽ ഷഹീദായി. അന്ന് ജാബിർ ചെറിയ കുട്ടിയാണ്. ഒരു പിന്നെ ചെറുപ്പക്കാരൻ, കല്യാണം കഴിച്ചിട്ടില്ലാത്ത അതിന് താഴെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അന്ന് ജാബിർ. വാപ്പ ഉഹദിൽ ഷഹീദാകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല ഖുൽതു ലഹു, ഞാൻ ജാബിർ ബിൻ അബ്ദില്ലയോട് ചോദിച്ചു. മുജാഹിദ് പറയാണ്, ഞാൻ സ്വഹാബിയായ ജാബിറിനോട് ചോദിച്ചു, മാ കാന യുഫർരിഖു ബൈനൽ കുഫ്രി വൽ ഈമാനി ഇൻദകും മിനൽ അഅ്മാൽ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാളെ കുഫറിൻ്റെയും ഈമാൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഘടകമായി അമലായി ഏത് അമലിനെയാണ് നിങ്ങളൊക്കെ കണക്കാക്കിയിരുന്നത് എന്ന് ഞാൻ ജാബിർ ബിൻ അബ്ദില്ലയോട് ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, അസ്സലാ, നിസ്കാരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം അതും ഇതിലൊരു തെളിവാണ്. ഒരു സ്വഹാബി അങ്ങനെ പറഞ്ഞു, നബിയുടെ കാലത്ത് ഞങ്ങൾ അങ്ങനെ കണക്കാക്കിയിരുന്നു. അപ്പം അതിനർത്ഥം നബീൻ്റെ അംഗീകാരം അത് ഉണ്ടെന്നാണ്. അതുകൊണ്ട് അങ്ങനത്തെ ചോദിച്ചു, നബിയുടെ കാലത്ത് നിങ്ങളിങ്ങനെ ഏതിനെയാണ് കുഫറായി കണക്കാക്കിയത്? അസ്സലാ, നിസ്കാരമെന്ന് അദ്ദേഹം പറയുന്നു. വലിമാ സബത അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്ന മറ്റൊരു റിപ്പോർട്ട്, ഖാല ലമ്മാ തുഇന ഉമർ, ഉമർ ഖത്താബിന് കുത്തേറ്റപ്പോൾ ഇഹ്തമൽതുഹു അന വനഫർ മിനൽ അൻസാർ. ഇഹ്തമൽതുഹു, ഉമർ ഖത്താബിന് ഞാനാണ് വഹിച്ചത്, ചുമന്നത്. അന, ഞാൻ, വനഫർ മിനൽ അൻസാർ, അൻസാരികളിൽ നിന്നുള്ള ഒരു സംഘവും ഞാനും കുറച്ച് അൻസാരികളും ചേർന്നിട്ടാണ് ഉമർ ഖത്താബിനെ താങ്ങിയെടുത്ത് പള്ളിയിൽ നിന്നാണ് കുത്തിയത്. സുബഹി കഴിക്കാൻ വേണ്ടി ഇമാം വെക്കുമ്പോഴാണ് ഉമർ ഖത്താബിനെ വന്ന് കുത്തിയത്. അബൂ ലുഅ എന്ന് പറയുന്ന ഒരു മജൂസി, അയാളാണ് വന്നിട്ട് കുത്തുന്നത്. പള്ളിയുടെ പുറത്ത് കബീറിൻ്റെ ഭാഗത്തായി ഒരു വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിൻ്റെ മറവിൽ മാറി നിന്നു. നിസ്കാരം ആരംഭിച്ചു. അങ്ങനെ നിസ്കാരത്തിലേക്ക് തുടങ്ങി ഖുർആൻ ഓതുമ്പോൾ അയാൾ കയറി വരികയും ഉമർ ഖത്താബിനെ മുമ്പിൽ നിന്ന് ഈ ഇടനെഞ്ചിൽ കുത്തുകയുമാണ് ചെയ്തത്. അപ്പം അന്ന് അദ്ദേഹം വീണു, കുത്തേറ്റ് അദ്ദേഹം വീണു. അങ്ങനെ ഞാനും ഏതാനും അൻസ്വാരികളുമാണ് ഉമർ ഖത്താബിനെ അവിടുന്ന് താങ്ങിയെടുത്ത് വീട്ടിലേക്ക്
കൊണ്ടുപോയത്. ഹത്താ അദ്ഖൽനാഹു മൻസിലഹു, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു, കൊണ്ടുപോയി പരികൊണ്ടേ കിടത്തി. ഫലം യസൽ ഫീ ഗശ്യത്തിൻ വാഹിദത്തിൻ ഹത്താ അസ്ഫറ, അങ്ങനെ വെളിച്ചം വെക്കുന്നത് വരെ അദ്ദേഹം ഒരേ ബോധക്ഷയത്തിലായിരുന്നു. കുത്തേറ്റത് കൊണ്ട് ബോധം നഷ്ടപ്പെട്ട അദ്ദേഹം ആ കിടപ്പിലാണ് കിടന്നത്. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്നകും ലൻ തഫ്സഊഹു ബിശൈഇൻ ഇല്ലാ ബിസ്സലാ. ഉമർ ഖത്താബിനെ ഒന്ന് ഉണർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല പണി നിസ്കാരത്തിൻ്റെ കാര്യം പറയാണ്. വിളിച്ചോണ്ടൊന്നും മിണ്ടണില്ല, വിളിച്ചിട്ട് മിണ്ടാട്ടല്ല, ഒന്നുമില്ല, ബോധമില്ലാത്ത രൂപത്തിൽ കിടക്കുകയാണ്. ഒരു അബോധാവസ്ഥയിൽ അദ്ദേഹം കിടക്കുകയാണ്. രക്തം ധാരാളമായി വാർന്നൊഴുകുന്നു. അദ്ദേഹം ഒരു വിളിച്ചിട്ടൊന്നും മിണ്ടാതെ പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അനങ്ങാൻ പറ്റുമെങ്കിൽ ഉമർ ഖത്താബിൽ ഇളകാതക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഫഖുൽന, അപ്പം ഞങ്ങൾ പറഞ്ഞു, അസ്സലാ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, നിസ്കരിക്കണ്ടേ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഫഫതഹ ഐനൈഹി, അപ്പം അദ്ദേഹം കണ്ണുകൾ തുറന്നു. സുമ്മ ഖാല, അദ്ദേഹം ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങളൊക്കെ നിസ്കരിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഫഖുൽന നഅം, ഞങ്ങൾ പറഞ്ഞു അതേ, ജനങ്ങൾ നിസ്കരിച്ചു. അദ്ദേഹം ഇമാം അദ്ദേഹം ഇരുന്നല്ലോ, അവിടെ നിന്നാണ് കുത്തേറ്റിട്ട് ബോധം കെട്ട് അദ്ദേഹം വീഴുന്നത്. അപ്പം ജനങ്ങൾ നിസ്കരിച്ചോ എന്ന്, നഅം, ജനങ്ങൾ നിസ്കരിച്ചു. ഫഖാൽ ഖാല, അപ്പോൾ ഉമർ ഖത്താബ്, അമാ ഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിഅഹദിൻ തറക സ്വലാ, നിസ്കാരം ഒഴിവാക്കിയ ഒരാൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ആ സമയത്ത് ഉമർ ഖത്താബ് പറഞ്ഞു. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഫസ്വല്ല, അദ്ദേഹം നിസ്കരിച്ചു. വജുർഹു യസ്അബു ദമൻ, അദ്ദേഹത്തിൻ്റെ മുറിവിൽ നിന്ന് രക്തം അങ്ങനെ വാർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിസ്കരിച്ചു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അദ്ദേഹം നിസ്കരിച്ചു. ധാരാളമായ രക്തം മുറിവിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇതും തെളിവാണ്, നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമെന്ന് പുറത്തു പോകും എന്ന് തെളിവാണ്. ആ സമയത്തും പറഞ്ഞ വാക്കതാണ്, നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. അപ്പം നബിതങ്ങളുടെ ഈ രണ്ട് ഹദീസുകളും ഇത്രയും സ്വഹാബിമാരുടെ, ഇബ്നു അബ്ബാസിൻ്റെ, ഇബ്നു മസ്ഊദിൻ്റെ, അതേപോലെ ജാബിർ അബ്ദുല്ലയുടെ, ഉമർ ഖത്താബിൻ്റെ എല്ലാം ഈ അധ്യാപനങ്ങളും ഇതൊക്കെ നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നതിനുള്ള വ്യക്തമായ തെളിവുകളാണ്. വഖദ് അദ്ദ ബഅ്ദു സലഫ്, ചില മുൻഗാമികൾ കണക്കാക്കി പോന്നിട്ടുണ്ട്. സലഫ് എന്ന് പറഞ്ഞാൽ സ്വഹാബി, താബിഈ, താബിഉ താബിഈ, അതാണ് സലഫുകൾ. സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ സലഫ്. ഈ ഉമ്മത്ത് നമ്മളിപ്പോൾ 114 പഴക്കമുള്ള ഉമ്മത്താണ്. 1400 കൊല്ലം പിന്നിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതിൻ്റെ മുൻഗാമി, ഈ സമുദായത്തിൻ്റെ മുന്നിൽ ഗമിച്ചവൻ, അതാണ് സ്വഹാബിയും താബിഈയും താബിഉ താബിഈയും, അതാണ് സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ സലഫ്, ഈ ഉമ്മത്തിൻ്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ സലഫുകളിൽ ചിലർ കണക്കാക്കി പോന്നു, മല്ലം യുകഫിർ താരിക സ്വലാ, നിസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിറാണ് എന്ന് പറയാത്തവനെ അവർ കണക്കാക്കിയിരുന്നു മുവാഫിഖൻ ലിൽ മുർജിഅത്തി, മുർജിആക്കളോട് യോജിക്കുന്നവനായിട്ടാണ് അവരെ കണക്കാക്കി പോന്നിരുന്നത്. നിസ്കരിക്കാത്ത ഒരാൾ കാഫിറല്ല എന്നൊരുത്തം പറഞ്ഞാൽ ആ പറഞ്ഞോൻ്റെ ഈമാൻ എന്തോ കുഴപ്പമുണ്ട്, അഹ്ലുസുന്നയിൽപ്പെട്ടവനല്ല, മുർജിയാക്കളുടെ ആശയമുള്ളവരാണ് എന്ന് ഞങ്ങളൊക്കെ കണക്കാക്കി പോന്നിരുന്നു എന്ന് ചില മുൻഗാമികൾ വരെ പറഞ്ഞിട്ടുണ്ട്. മുർജിയാക്കൾ പഴിച്ച സംഘമാണ് മുർജിയത്ത്, ഇർജാഇൻ്റെ ആളുകൾ. മുർത്തസിയത്തിൽ നിന്ന് മറ്റൊരു വകഭേദമാണ് മുർജിഅത്ത് എന്ന് പറയുന്നത്. വസയത്തി ലിഹാദിഹിൽ മസ്അലത്തി മസീദ് തഫ്സീലും ഫിൽ ബാബിൽ ആതി ഇൻഷാ അല്ലാഹു തആല. അടുത്ത അധ്യായത്തിൽ ഈ വിഷയം വിശദമായി തന്നെ വരുന്നുണ്ട്. ഏതായാലും നിസ്കാരം ഉപേക്ഷിച്ചവൻ അവന് ഇസ്ലാമിൽ സ്ഥാനമില്ല, കാഫിറാണ്. എങ്ങനെ ഉപേക്ഷിച്ചാൽ, എത്ര ഉപേക്ഷിച്ചാൽ, അതൊക്കെ ചർച്ച ചെയ്യണം. അത് അടുത്ത അധ്യായത്തിൽ വരും. അടുത്തൊരു മസ്അല, മൻ ലയ്യഅ അസ്സലാ അൽ മഫ്റൂള, ഫർളായ നിസ്കാരം ഒരാൾ വീഴ്ച വരുത്തിയാൽ, മൻ ലയ്യഅ, ഒരാൾ പാഴാക്കിയാൽ, ലയ്യഅ പാഴാക്കി, ഉപേക്ഷിച്ചു, തറക്ക എന്നർത്ഥം. മൻ ലയ്യഅ അസ്സലാത്തൽ മഫ്റൂളത, ഫർളാക്കപ്പെട്ട നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ, ഉദ്ദിബ ബിഅദാബിൻ നാർ, നരക ശിക്ഷയിൽ അവൻ ശിക്ഷിക്കപ്പെടും. മഅ സ്വനാദീദിൽ കുഫ്രി, കുഫ്രിൻ്റെ നേതാക്കന്മാരുടെ കൂടെ. നരകത്തിലാണെന്ന് മാത്രമല്ല, ലോകം കണ്ട വലിയ വലിയ തെമ്മാടികൾ,
കുഫറിൻ്റെ വലിയ നേതാക്കന്മാർ അവരെ കൂടെയാണ് അവൻ നരകത്തിലുണ്ടാവുക. ഖാല തആല ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൗന ഗയ്യാ എന്ന് അല്ലാഹ് പറഞ്ഞു. പിന്നീട് തലമുറകൾ വന്നു, അവർ ഇച്ഛകളെ പിൻപറ്റി നിസ്കാരം അവർ ഉപേക്ഷിച്ചു. അവർക്കതിൻ്റെ നഷ്ടം അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അവ നഷ്ടം ഏതാണ്? നരകമാണ്, അദാബാണ്. അതേപോലെ കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാത്തി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അവിശ്വാസികളായ ആളുകളോട് മാ സലകകും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു എന്ന് ചോദിക്കുമ്പോൾ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല എന്നാണ് ആദ്യം പറയുന്ന മറുപടി. അപ്പം നിസ്കരിക്കാത്തവർ നരകമുണ്ട് എന്ന് ഈ രണ്ട് ആയത്തുകൾ വ്യക്തമാക്കുന്നു. വസബത അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിരിക്കുന്നു, നബി പറഞ്ഞുവെന്ന് അന്നഹു ദക്കറ സ്വലാത്ത യൗമൻ, ഒരു ദിവസം നബി തങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. ഫഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, മൻ ഹാഫള അലൈഹ, നിസ്കാരം കൃത്യമായി മുറപ്രകാരം ഒരാൾ നിലനിർത്തിപ്പോന്നാൽ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവനതൊരു പ്രകാശമാണ്, അവനതൊരു തെളിവാണ്, അവന് രക്ഷയാണ്. വമൻ ലം യുഹാഫിൾ അലൈഹ, അത് ആതൊക്കെ ശ്രദ്ധിക്കാത്തവൻ ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാനുൻ വലാ നജാത്തുൻ, അവന് വെളിച്ചമില്ല, അവന് തെളിവില്ല, അവന് രക്ഷയുമാവില്ല. വകാന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവനായിരിക്കും മഅ ഖാറൂന വഫിർഔന വഹാമാന വഉബയ്യ ഇബ്നു ഖലഫിൻ, അവൻ ഖിയാമത്ത് നാളിൽ ഹാറൂൻ്റെ കൂടെയാണ്, അതേപോലെ ഹാമാൻ്റെ കൂടെയാണ്, ഖാറൂൻ്റെ കൂടെയാണ്, ഫിർഔനിൻ്റെ കൂടെയാണ്, ഉബയ്യ ഇബ്നു ഖലഫിൻ്റെ കൂടെയാകുന്നു എന്ന് തന്നെ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം ദാരിമി തുടങ്ങിയവരൊക്കെ ഉദ്ധരിച്ച സ്വീകാര്യോഗ്യമായ ഹദീസാണ്. അതാണ് നമ്മൾ ഹെഡിങ് കൊടുത്തത് സ്വനാദീദിൽ കുഫർ, കുഫറിൻ്റെ നേതാക്കന്മാരുടെ കൂടെ എന്ന് പറയാൻ ലോകം കണ്ട ഏറ്റവും വലിയ കുഫറിൻ്റെ നേതാക്കന്മാരാണ് ഈ പറയപ്പെട്ടവരൊക്കെ. ഫിർഔന്, മുനാഫിഖ്, പിന്നെ അപ്പം ഇവരുടെയൊക്കെ കൂടെയാണ് അവൻ നാളെ പരലോകത്ത് ഉണ്ടാവുക എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അടുത്തൊന്ന് മന്നാമ അനിസ്വലാത്തിൽ മക്തൂബത്തി ഉദ്രിബ ഫീ ഖബരിഹി. മന്നാമ അനിസ്വലാത്തിൽ മക്തൂബ, ഫർള് നിസ്കാരത്തിൽ നിന്നൊരാൾ ഉറങ്ങിപ്പോയാൽ, ഫർള് നിസ്കാരം നിർവഹിക്കാതെ അയാൾ ഉറങ്ങി, കൽപ്പിച്ചുകൊണ്ട് ബോധപൂർവ്വം ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഉദ്രിബ ഫീ ഖബരിഹി, ഖബറിൽ തന്നെ അവൻ ശിക്ഷിക്കപ്പെടും എന്നാണ്. ലിമാ റവൽ ബുഖാരിയു അൻ സമുറത്ത് ബിൻ ജുന്ദുബിൻ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫീ ഖിസ്സത്തി റുഅ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വപ്നത്തെപ്പറ്റി നബി പറഞ്ഞ ദീർഘമായ ഹദീസുണ്ട്. സാധാരണ നബി സുബഹിസ്കാരം കഴിഞ്ഞാൽ പോണതൊക്കെ പോകും, കുറച്ചാൾ പള്ളിക്ക് ബാക്കി ഇങ്ങനെ ഇരിക്കും, നബിൻ്റെ കൂടെ ചുറ്റിപ്പറ്റി കുറച്ചാൾ. അപ്പം നബി അവരിലേക്ക് തിരിഞ്ഞിരിക്കും. എന്നിട്ട് നബി ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി സ്വപ്നം കണ്ടോന്ന്? അപ്പോൾ സ്വഹാബിയുടെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നബിക്ക് പറഞ്ഞു കൊടുക്കും. ആ സ്വപ്നത്തിന് വ്യാഖ്യാനമുണ്ടെങ്കിൽ നബി തങ്ങൾ ആ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ സ്വപ്നം കണ്ടോ? അപ്പം ഇല്ല. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഇത് നബി തങ്ങൾ കണ്ട ഒരു സ്വപ്നം ദീർഘമായി നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. രണ്ട് മലക്കൾ വന്നു, എന്നെയും കൂട്ടിയവർ പോയി. എന്നിട്ട് നബി തങ്ങൾ കണ്ട ഒരുപാട് കാഴ്ചകൾ അത് നബി പറഞ്ഞു. അപ്പോൾ ഓരോ കാഴ്ച കാണുന്നു. അപ്പോൾ മലക്കളോട് ചോദിക്കും, ഇതാരാണ്? അപ്പോൾ പറഞ്ഞു, നീ ഇൻതലിഖ്, പൊയ്ക്കോ, പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ വ്യത്യസ്തമായ ശിക്ഷകൾ നബി ഇങ്ങനെ കാണുകയാണ്. കത്തിയെ കൊണ്ട് ചുണ്ട് മുറിക്കുന്ന ആളുകൾ, അതേപോലെ പാറക്കല്ല് കൊണ്ട് തലക്ക് അടിച്ച് തല പിളക്കുന്ന ആളുകൾ, രക്തപ്പുഴയിലൂടെ നീന്തി തുടിച്ച് കര കയറാൻ വരുമ്പോൾ കരക്കടുക്കുമ്പോൾ കയറാൻ സമ്മതിക്കാതെ വീണ്ടും അതിലേക്ക് അവനെ എറിഞ്ഞു ഓടിക്കുന്ന ശിക്ഷ, വലിയ ഒരു തീച്ചൂളയിൽ ഇങ്ങനെ ഒന്നാകെ തീ കത്തിക്കപ്പെടുകയും നഗ്നരായ ആണും പെണ്ണും ഒന്നാകെ അതിൽ കിടന്നിങ്ങനെ തീയിനൊപ്പം ഉയരുകയും താഴുകയും ചെയ്യുന്ന കാഴ്ച, ഇങ്ങനെ കുറേ കാഴ്ചകൾ നബി ഞങ്ങൾ കണ്ടു സ്വപ്നമായിട്ട്. അപ്പം ആ ഹദീസിൽ കാണാം നബി ഞങ്ങൾ പറയാം, അന്നൽ മലക്കൈനി ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്പിയാക്കന്മാരുടെ സ്വപ്നം തെളിവാണ്. നബിമാരുടെ സ്വപ്നം ദീനിൽ
തെളിവാണ്. ഒരു നബി സ്വപ്നം കണ്ടാൽ അതും ദൈവീകമാണ്. അവിടെ അമ്പിയാക്കളുടെ സ്വപ്നം ദീനിൽ തെളിവാണ്, അല്ലാത്തൊരാളുടെ സ്വപ്നം ദീനിൽ തെളിവല്ല. അതാണ് വ്യത്യാസം. നബിമാർ സ്വപ്നം കണ്ടാൽ, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി മോൻ അർക്ക സ്വപ്നം കണ്ടപ്പോൾ അത് പ്രാവർത്തികമാക്കിയത്. നമ്മളങ്ങനെ സ്വപ്നം കണ്ടാലോ പ്രാവർത്തികമാക്കേണ്ട കാര്യമില്ല. അമ്പിയാക്കൾ കണ്ട സ്വപ്നം ദീനിൽ തെളിവാണ്. വിശ്വാസികൾ കാണുന്ന സ്വപ്നം നല്ല സ്വപ്നമാണെങ്കിൽ ദൈവീകമാണ്. ഹദീസിൽ കാണാം, വിശ്വാസിയുടെ നല്ല സ്വപ്നം റുഅ്യ അസ്വാലിഹ, സ്വാലിഹായ സ്വപ്നങ്ങൾ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ്. മോശപ്പെട്ട സ്വപ്നങ്ങൾ പൈശാചികവുമാണ്, പുതരും. എന്നാൽ അതുകൊണ്ട് മാത്രം ദീനിൽ ഒരു നിയമം ഉണ്ടാകുമോ വെച്ചാൽ ഉണ്ടാവില്ല. ദീനിൽ സ്ഥിരപ്പെട്ടൊരു കാര്യത്തിൽ സ്വപ്നം കണ്ടാൽ അതിന് പക്ഷേ അവൻ അതിൽ അള്ളാഹു തആല ഒരു പ്രചോദനമേകാൻ വേണ്ടി കാണിച്ചു കൊടുത്ത ചില സ്വപ്നങ്ങളായിരിക്കാം എന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ നല്ല കാര്യം ചെയ്യാൻ ഒരു പ്രചോദനം വന്നു, തിന്മയിൽ മാറി നിൽക്കാൻ പ്രചോദനം വന്നു, അതൊക്കെ ചിലപ്പോൾ തെറ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നു, ഒരു സ്വപ്നത്തിന് അതിനെപ്പറ്റി അവനൊരു ബോധവൽക്കരണം വന്നു, അതൊക്കെ ഉണ്ടാവാം. ദൈവീകമാണ്. നല്ല സ്വപ്നങ്ങൾ ദൈവീകമാണ്. നല്ല സ്വപ്നം കണ്ടാൽ പ്രിയപ്പെട്ടവരോടല്ലാതെ നിങ്ങൾ പറയരുത് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. ശത്രുക്കൾ, എതിരാളികളൊക്കെ ഉണ്ടാവാം, അസൂയാലുക്കൾ ഉണ്ടാവാം. ദുഷിച്ച സ്വപ്നം കണ്ടാൽ ആരോടും പറയേണ്ടതില്ല, നിങ്ങൾക്കതുകൊണ്ട് പ്രത്യേകിച്ചൊരു ദോഷവും ഉണ്ടാവുകയുമില്ല എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബിയെ സ്വപ്നം കണ്ടാൽ നബിയെ തന്നെയാണ് കണ്ടത് എന്ന് ഹദീസിൽ വന്നു. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ വല്ലവനും കണ്ടാൽ അവൻ എന്നെ തന്നെയാകുന്നു കണ്ടത്. നബിയെ കണ്ടാൽ, ഒരാളെ കണ്ടു ഞാൻ നബിയാന്ന് പറഞ്ഞു, അതുകൊണ്ട് ശരിയായിക്കൊള്ളുന്നില്ല. ഒരാളെ കണ്ടു ഞാൻ നബിയാന്ന് പറഞ്ഞു, അതുകൊണ്ട് നബിയായിക്കൊള്ളുന്നില്ലല്ലോ. അല്ലെങ്കിൽ ആളെ കാണാതെ പുറം തെഞ്ഞിക്കുന്നു ഞാൻ നബിയാന്ന് പറയുന്നു, അത് നബിയായിക്കൊള്ളുന്നില്ല. മുഖം കാണുന്നില്ല, ഒരു രൂപം മാത്രം കണ്ടു നബിയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നബി ആവണമെന്നില്ല. അപ്പം നബിതങ്ങളുടെ രൂപം എന്താണോ ഹദീസിലൊക്കെ വന്ന രൂപമുണ്ട്, അതേ അർത്ഥത്തിൽ നബി ഒരാൾ കണ്ടാൽ നബിയെ തന്നെയാണ്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ വല്ലവരും കണ്ടാൽ അവൻ എന്നെയാണ് കണ്ടത്. ഇമാം ശാത്തിബിയൊക്കെ പറയുന്നുണ്ട്, എന്നെ കണ്ടു എന്ന് കണ്ടാൽ എന്ന് നബി പറഞ്ഞില്ല, എന്നെ കണ്ടാൽ എന്നാണ് പറയുന്നത്. അപ്പം നബിയെ കണ്ടാൽ അത് നബിയാണ്. നബിയുടെ രൂപത്തിൽ ശൈത്താൻ വരിക ഇല്ല. അല്ലാത്ത രൂപത്തിൽ വരാം, ഞാൻ നബിയാന്ന് പറയാം. അല്ലെങ്കിൽ ആളെ കാണാൻ വിളി മാത്രം ഉണ്ടാകാം, വിളിക്കുന്നു ഞാൻ അല്ലാഹു റസൂലാന്ന് പറയുന്നു, ശബ്ദം കേൾക്കുന്നു, അതൊക്കെ ഉണ്ടാവാം. അതൊക്കെ ശൈത്താൻ ചെയ്യുന്ന പരിപാടിയാണ്. എന്നാൽ നബിയെ തന്നെ കണ്ടു എങ്കിൽ ഫഖദ് റആനി, അവൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഫഇന്ന ശൈത്താൻ ലാ യതമസ്സലു ഫീ സൂറത്തി, ശൈത്താൻ എൻ്റെ രൂപത്തിൽ രൂപപ്പെടുക ഇല്ല എന്ന് ഹദീസിലുണ്ട്. ഞങ്ങൾ നബിയെ കണ്ടാൽ പോലും നബി തങ്ങൾ ജീവിതകാലത്ത് പഠിപ്പിച്ചൊരു കാര്യം അതിനെതിരായിട്ട് ആ സ്വപ്നത്തിൽ പറഞ്ഞാലോ ആ പറഞ്ഞതല്ല പ്രാവർത്തികമാക്കേണ്ടത്. ഇപ്പം നബിനെ സ്വപ്നം കണ്ടു, നാളെ സുബീസ്കൈ കണ്ടറിഞ്ഞു, അത് പറ്റൂല, സുബീസ്കൈ ചൊല്ലാം. കാരണം നബി ജീവിതകാലത്ത് വന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ ഒരു പക്ഷെ ഓൻ കണ്ട് നബിനല്ല, അവന് സാദൃശ്യമായി കാണിക്കപ്പെട്ടതായിരിക്കാം. അതാണ് അതിന് നിയമം. അപ്പം നബിയെ കണ്ടാൽ നബിയാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് പോലും ഒരു ഹുക്മ് മാറുകയോ പുതിയ ഹുക്മ് സ്ഥിരപ്പെടുകയോ ചെയ്യുക ഇല്ല എന്നാണ്. ഞാൻ അള്ളാനെ കണ്ടു, അങ്ങനെ തന്നെ അള്ളാനെ കണ്ടു, അതോട് മാത്രം ഇസ്ലാമിനെ പ്രത്യേകിച്ച് നിയമൊന്നും ഉണ്ടാവില്ല. ഓൻ കണ്ടു, ഓൻ കണ്ടത് അള്ളാഹ് ചോദിച്ചാൽ ഇല്ല, ഓൻ അള്ളാനെ കണ്ടു പക്ഷെ അത് അള്ളാഹ് ആവില്ല, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ ഉണ്ടാവാം. അതൊന്നും തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല. പിശാച്ച് വരാം ആ രൂപത്തിലൊക്കെ. മൊയ്തീൻ ശൈഖ് നടന്നു പോകുമ്പോൾ ആകാശത്ത് വിളിച്ചു പറഞ്ഞത്, മൊയ്തീൻ ശൈഖ് സ്വന്തം കിതാബിൽ എഴുതിച്ചാണ്. അദ്ദേഹം ശിഷ്യന്മാരെ കൂടെ നടന്നു പോകുമ്പോൾ ആകാശത്തിന് വിളി, യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക, അബ്ദുൽ ഖാദിറെ ഞാൻ നിന്റെ റബ്ബാകുന്നു. ഖദ് അഹ്ലൽതു ലക്കൽ മുഹറമാത്ത്, എല്ലാ ഹറാമും എനിക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു. അപ്പം മൊയ്തീൻ ശൈഖ് പറഞ്ഞു, ഇഖ്സ യാ ലഈൻ യാ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു, ശപിക്കപ്പെട്ടവനെ പോടുന്നു. പിന്നൊന്നുമില്ല. അപ്പം ചോദിച്ചു ശൈഖിനോട്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അത് ശൈത്താനാണ്? അപ്പോൾ ബി ഖൗലിഹി ഖദ് അഹ്ലൽതു ലക്കൽ മുഹറമാത്ത്, ഹറാമൊക്കെ ഹലാലാക്കി തന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണിത്. അപ്പം ഇത് പെട്ടുപോകും. ഞാൻ കേട്ടതല്ലേ, എന്നെ വിളിച്ചതല്ലേ, അബ്ദുൽ ഖാദിറിനെ വിളിച്ചത് വർത്തമാനം പറഞ്ഞത് ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ അവനുണ്ടാകും എന്ന് വിചാരിക്കും. അതൊന്നും ഉള്ളതാവൂല. അതാണ് ഇന്നലെ മൊയ്തീൻ ശൈഖ് പറഞ്ഞത്, എത്രയോ വലിയ വലിയ ആളുകളെ പിശാച്ച് ഇതേ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പിഴപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി മൊയ്തീൻ ശൈഖ് പറഞ്ഞത് അവിടെ കാണാനും കഴിയും. അത്തരം പല അത്ഭുതങ്ങൾ ചിലപ്പോൾ കാണിച്ചു കൊടുക്കുന്നതൊക്കെ കാണാം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ ഫുർഖാൻ ബൈന ഔലിയാഇ റഹ്മാൻ ഔലിയാഇ ശൈത്വാൻ എന്ന കിതാബിനെ ഈ വിഷയം പഠിപ്പിക്കാനാണ്. റഹ്മാൻ്റെ ഔലിയാക്കളും
ശൈത്താൻ ഔലിയാക്കളും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ഒരു കിതാബിന് എഴുതി. അതിൽ കാണാം പിന്നെ ചിലപ്പോൾ പിശാച് ഇങ്ങനത്തെ പല പണികളും ഒപ്പിക്കുന്നു. അതൊക്കെ യഥാർത്ഥത്തിൽ ഓന് തോന്നും അവന് ബഹുമാനമാണ്, ആദരവാണ്, കറാമത്താണ്. യഥാർത്ഥത്തിൽ അവനെ നശിപ്പിക്കാനുള്ള വഴികളാണ്. അപ്പം ഇങ്ങനെ നിസ്കാരം പാഴാക്കുന്നുവെങ്കിൽ അവൻ കുഫറിൻ്റെ നേതാക്കന്മാരുടെ കൂടെയാണ് അവൻ നരകത്തിലുണ്ടാവുക എന്ന് പറഞ്ഞു. ശേഷം നബി ഞങ്ങൾ കണ്ട സ്വപ്നം പറഞ്ഞു. അവിടെ അന്നൽ മലക്കൈനി ഖാലാ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി ആ സ്വപ്നങ്ങളെ കണ്ടു കുറേ മുന്നോട്ട് പോയി. അവസാനം ആ മലക്കുകൾ കണ്ട ഓരോന്നിൻ്റെയും പിന്നെ ആശയം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. ആ കൂട്ടത്തിൽ മലക്കുകൾ പറഞ്ഞു, അമ്മർ റജുലുൽ അവ്വൽ അല്ലദി അതൈത അലൈഹി യസ്ലുഗു റഅസഹു ബിൽ ഹജർ. പാറക്കല്ല് കൊണ്ട് തല ചതച്ചരക്കപ്പെടുന്ന ഒരാളെ താങ്കൾ കണ്ടുവല്ലോ. ഒരാളിങ്ങനെ മലർത്തിക്കെടുത്തിരിക്കുന്നു. എന്നിട്ട് വേറൊരാൾ വലിയ പാറക്കല്ലും വഹിച്ച് ഇയാളെ തലമുക്കെടുത്തിട്ട് ഇയാളെ തല ആകെ കണ്ട് ചതച്ചരക്കുന്നു. അത് കഴിഞ്ഞ് ഈ പാറക്കല്ല് തെറിച്ചു പോകുന്നു. ഇയാൾ ഈ കല്ലെടുക്കാൻ വേണ്ടി പോകുന്നു. ആ കല്ലെടുക്കാൻ പോകുമ്പോഴേക്ക് ഇയാളെ തല വീണ്ടും പഴയ രൂപത്തിൽ ശരിയായി വരുന്നു. അങ്ങനെ ഇയാളെ കല്ലെടുത്ത് വരുന്നു. എന്നിട്ട് ഇയാളെ തല പിന്നെയും ഇയാൾ ഈ കല്ല് കൊണ്ട് എറിഞ്ഞ് ചതച്ചരക്കുന്നു. ആ കല്ല് തെറിക്കും. ഇയാൾ പിന്നെ ആ കല്ലെടുത്തുകൊണ്ടും അപ്പോഴേക്ക് തല ശരിയായിട്ടുണ്ട്. പിന്നെയും ഇയാൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നത് നബി ഞങ്ങൾ കാണുന്ന സ്വപ്നത്തിൽ. ആരാണവർ, ആരാണ് ഇയാൾ എന്ന് ചോദിച്ചപ്പോൾ നബി മലക്കുകൾ കൊടുത്ത മറുപടിയാണ്, ആ മനുഷ്യൻ അല്ലദീ അതൈത അലൈഹി യസ്ലുഗു റഅസഹു ബിൽ ഹജർ. കല്ലുകൊണ്ട്, പാറക്കല്ല് കൊണ്ട് തല അടിച്ച പരത്തപ്പെടുന്ന, തകർക്കപ്പെടുന്ന രൂപത്തിൽ കണ്ടുവല്ലോ. അയാൾ ഫഇന്നഹു, അത് അർറജുൽ, ഒരാളാണ്. യഖുദുൽ ഖുർആന, ഖുർആൻ പഠിക്കുന്നു. ഫയർഫളുഹു വയനാമു അൻ സ്വലാത്തിൽ മക്തൂബ. എന്നിട്ട് ആ ഖുർആൻ അയാൾ തള്ളിക്കളയുന്നു. ഖുർആൻ പഠിച്ചു, പക്ഷേ അയാളുടെ ജീവിതത്തിലൊന്നും ഇല്ല. ഫർള് നിസ്കാരം പോലും നിസ്കരിക്കാതെ അയാൾ കിടന്നുറങ്ങുന്നു. ഫർള് പോലും നിസ്കരിക്കാതെ അയാൾ കിടന്നുറങ്ങുന്നു. ഖുർആൻ പഠിച്ച ആളാണ്, പക്ഷേ ഫർള് നിസ്കരിക്കാൻ പോലും അയാളില്ല. അങ്ങനത്തെ മനുഷ്യരാണ് അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നതായി താങ്കൾ കണ്ടത് എന്ന് ആ മലക്കൾ എനിക്ക് പറഞ്ഞു തന്നുവെന്ന് നബി ഞങ്ങൾ പറഞ്ഞു. ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം ഇത്രയും ഹദീസുകളിലൂടെ നിസ്കാരം ഒഴിവാക്കുന്ന ഒരു മനുഷ്യൻ്റെ ഗൗരവം, അവരുടെ ശിക്ഷ എത്രമാത്രമാണ് എന്ന് ബോധ്യമാകുന്നു. നമ്മളൊക്കെ പരമാവധി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരാതിരിക്കാൻ, ഫർള് നിസ്കാരം പ്രത്യേകിച്ചും സമയത്തിന് തൊട്ടപ്പുറത്തേക്ക് അത് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അടുത്ത ബാബ് ഹുക്മുസ്സലാ, നിസ്കാരത്തിൻ്റെ വിധി. നിസ്കാരത്തിൻ്റെ വിധി എന്താണ്? അത് നിർബന്ധമാണ്, വാജിബാണ്, ഫർളാണ്, ആർക്കാണ് വാജിബ്, എപ്പോഴാണ് വാജിബ്, അതാണ് ഹുക്മുസ്സലാ. അൽ ഫസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ ഫസ്ല് മുഹ്തവാ ഹാദൽ ബാബ്. ഈ അധ്യായത്തിൽ എന്തെല്ലാം വരുന്നുണ്ടെന്നാണ് ഈ അധ്യായത്തിൽ വരുന്ന ചർച്ചകൾ. ഒന്നാമത് വരുന്നത് മൻ തജിബു അലൈഹി സ്വലാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം ആർക്കെല്ലാം നിർബന്ധമാകും. കുട്ടികൾക്ക് നിർബന്ധമുണ്ടോ, ഹൈദർ നിർബന്ധമുണ്ടോ, കാഫിർ നിർബന്ധമുണ്ടോ, ഇതൊക്കെ അതിൽ ചർച്ച വരും. വഹുക്മു താരിക്കിഹ, ഉപേക്ഷിക്കുന്നവൻ്റെ വിധി എന്താണ്? ഒരു ശിക്ഷ നമ്മൾ പറഞ്ഞു പരലോകത്ത്. പക്ഷെ ഉപേക്ഷിക്കുന്ന ആൾക്ക് ദുന്യാവിൽ എന്ത് വിധി? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അയാൾ ഇസ്ലാമിൽ പുറത്തു പോകുന്നു. അപ്പം അയാൾ ഇനി മുർത്തദായിട്ട് കണക്കാക്കണമോ? മുർത്തദായി കണക്കാക്കിയാൽ ഇസ്ലാമിക ഭരണമുള്ളയിടത്ത് മുർത്തദിന് കൊടുക്കുന്ന ശിക്ഷ എന്താണോ ആ ശിക്ഷ ദുന്യാവിൽ കൊടുക്കേണ്ടി വരും. അതാണ് ഒഴിവാക്കുന്നതിൻ്റെ ഹുക്മ്. വമുൻകിരി വുജൂബിഹ, നിസ്കാരം വാജിബാണ് എന്നതിനെ നിഷേധിക്കുന്നവൻ്റെ ഹുക്ം എന്താണ്? നിസ്കാരം നിർബന്ധമില്ല എന്നൊരുത്തം ബാധിച്ചാൽ അവൻ്റെ ഹുക്ം എന്താണ് എന്നൊക്കെ ചർച്ച വരും. അലാ വജ്ഹി തഫ്സീൽ, വിശദമായി തന്നെ. വഹുക്മു തഅഖീരിഹ അൻ വഖ്തിഹ, സമയത്തോടെ പിന്തിപ്പിക്കുന്നവൻ്റെ ഹുക്ം എന്താണ്? നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല, പക്ഷെ സമയത്ത് നിസ്കരിക്കുന്നില്ല, പിന്നെ തോന്നുമ്പോൾ അയാൾ നിസ്കരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളുടെ വിധി എന്താണ്? വഹുക്മി ഖലാഇഹ ഇൻദ തർക്കിഹ അംദൻ, മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയാൽ പിന്നെ അത് ഖലാ വീട്ടുന്നതിൻ്റെ വിധി എന്താണ്? കൽപ്പിച്ചുകൊണ്ട് ഒഴിവാക്കി, പിന്നെ അയാൾക്ക് പശ്ചാത്താപം തോന്നി തൗബ ചെയ്തു, അപ്പം അയാൾ ഈ പഴയതൊക്കെ നിസ്കരിച്ച് വീട്ടണമോ വേണ്ടയോ, അതിൻ്റെ വിധി എന്താണ്? വഇൻദ തർക്കിഹ ജഹ്ലൻ ബിവുജൂബിഹ, വാജിബാണ് എന്ന് അറിയാതെ ഒഴിവാക്കിയ ഒരാൾ, അയാൾ പിന്നെ ഖലാ വീട്ടണമോ? അയാൾക്ക് അറിയുന്നു അടുത്ത ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾ നാട്ടിൽ മുസ്ലിമീങ്ങളും ഇല്ല, അവിടെ അറിയാൻ സംവിധാനമില്ല, അത് ദീന് പഠിച്ചിട്ടുമില്ല, അങ്ങനത്തെ മനുഷ്യനാണ്.
അയാൾക്ക് അറിയില്ല 5 വക്ത് ഫർള എന്നുള്ളത്, അതുകൊണ്ട് അയാൾ നിസ്കരിച്ചിട്ടില്ല. പിന്നെ അയാൾക്ക് മനസ്സിലായി എങ്കിൽ അയാൾ ആ പഴയ കാലത്തെ നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് വിട്ടണമോ. ഔ നിസ്യാനൻ, ഇനി മറന്നുകൊണ്ട് ഒരു നിസ്കാരമൊക്കെ ഒഴിവായി, സമയം കഴിഞ്ഞു പോയി, പിന്നെ അയാൾക്ക് ഓർമ്മയായി, അപ്പോൾ അയാൾ നിസ്കരിക്കേണ്ടതുണ്ടോ. പുനഃവിദാലിക്, ഇതും ഇതുപോലെയുള്ള വിഷയങ്ങളുമാണ് ഈ അധ്യായത്തിൽ ചർച്ചയ്ക്ക് വരുന്നത്. 1 നിസ്കാരത്തിൻ്റെ വിധി, 2 ആ നിസ്കാരം പിന്തിപ്പിക്കുന്നതിൻ്റെ വിധി, അത് ഒഴിവാക്കുന്നതിൻ്റെ വിധി, ഖളാ വീട്ടുന്നതിൻ്റെ വിധി. അതാണ് ഈ അധ്യായത്തിൽ വരുന്ന 4 വിഷയങ്ങൾ. ഒന്നാമതായി മൻ തജിബു അലൈഹിസ്സലാ, ആർക്കാണ് നിസ്കാരം വാജിബാവുക. മൻ തജിബു അലൈഹിസ്സലാ, ആർക്കാണ് നിസ്കാരം വാജിബാവുക എന്നാണ് ഒന്നാമത്തത്. അസ്സലവാത്തുൽ ഖംസ്, 5 നിസ്കാരങ്ങൾ വാജിബത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ. നിസ്കാരം വാജിബുള്ളത് അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും, ബാലിഗിൻ പ്രായപൂർത്തി ആയ, ആഖിലിൻ ബുദ്ധിയുള്ളവനായ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം വാജിബാണ്. അത് മറുവശം പ്രായപൂർത്തിയാകാത്തവന് നിർബന്ധമില്ല, ഭ്രാന്തുള്ളവന് നിർബന്ധമില്ല, മുസ്ലിം അല്ലാത്തവന് നിർബന്ധമില്ല. വഹാദ മുജ്മഉൻ അലൈഹി, ഇതിൽ ഇജ്മാ ഉണ്ട്. ഇത് മുസ്ലിമായ ആഖിലായ ബാലിഗായ എല്ലാവർക്കും നിസ്കാരം വാജിബാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഞാൻ അല്ലാത്തവന് വാജിബുണ്ടോ ഇല്ലേ, അത് ഖിലാഫുണ്ട്. കാഫിറിന് വാജിബാണോ അല്ലേ, ഖിലാഫുണ്ട്. കാഫിറിന് വാജിബാണോ അല്ലേ ഖിലാഫുണ്ട്. ഈ പറയപ്പെട്ടവർക്ക് വാജിബാണെന്ന കാര്യത്തിൽ ഖിലാഫില്ല. മുസ്ലിമാണ്, ആഖിലാണ്, ബാലിഗാണ് എങ്കിൽ അവിടെ നിസ്കാരം നിർബന്ധമാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അവിടെ നിസ്കാരം നിർബന്ധം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിസ്കരിച്ചാൽ സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കരിച്ചാൽ സ്വീകരിക്കപ്പെടില്ല. നിസ്കാരം ഒരു വാജിബാണ്, അവിടെ നിസ്കരിക്കാത്ത കുറ്റം കിട്ടും. നിസ്കരിച്ചാൽ സ്വീകരിക്കോ ഇല്ല. കാരണം നിസ്കരിക്കണമെങ്കിൽ ആദ്യം ഷഹാദത്ത് പറയണം. തറയിടാതെ മെനക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ തറയിട്ടില്ലല്ലോ, അവിടെ പോയി ബാക്കി പണി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ അർത്ഥമില്ലല്ലോ. തറയിട്ടിട്ട് ബാക്കി പണി എടുക്കണം, അങ്ങനെ പറഞ്ഞവരുണ്ട്. അതല്ല, വാജിബില്ല, എന്നാൽ പരലോകത്തോനെ കുറ്റം കിട്ടും. ഇത് ഉപേക്ഷിച്ചതിന് പേര് അത് ഖിലാഫില്ല. നിസ്കരിക്കാത്തതിന് പേര് പരലോകത്തിന് കുറ്റം ഉണ്ടാവും. എന്നാൽ ഇവിടെ അവന് വാജിബല്ല. ഒന്നാമത്തെ വാജിബൻ ചെയ്തു വരട്ടെ, എന്നിട്ട് മറ്റേ വാജിബോന് വാജിബാവുകയുള്ളൂ എന്നാണ്. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിം അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല, ആഖിലായ ബാലിഗായ മുസ്ലിമിന് നിസ്കാരം വാജിബാണ്. തെളിവന്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത് 5 കാര്യങ്ങളിൽ മേലാകുന്നു. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാ വൽ ഹജ്ജ് വ സൗമി റമളാൻ. ഈ 5 കാര്യങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാം കാര്യം 5. അപ്പോൾ അവിടെ ബുനിയൽ ഇസ്ലാം, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടതിന് മേലാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വ്യക്തമായി ഇത് നിർബന്ധമാകും. ഇതില്ലെങ്കിൽ ഇസ്ലാമില്ല. ഇസ്ലാം നിർമ്മിക്കപ്പെട്ടതിന് മേലാണെങ്കിൽ ഇതില്ലെങ്കിൽ പിന്നെ ഇസ്ലാം തകരുമല്ലോ. അതുകൊണ്ട് ഇത് വാജിബാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. വലിമാ സബത അൻ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ഇബ്നു സ്വാമിത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട മറ്റൊരു ഹദീസ്, ഖാല സമഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇഫ്തറല്ലാഹു 5 സ്വലവാത്തിൻ അലാ ഖൽഖിഹി, അല്ലാഹു തആല അവരുടെ സൃഷ്ടികൾക്ക് 5 നിസ്കാരങ്ങൾ ഫർളാക്കിയിരിക്കുന്നു. മൻ അദ്ദാഹുന്ന കമ ഇഫ്തറള ലം യൻതഖിസ് മിൻ ഹഖ്ഖിഹി ശൈഅൻ ഇസ്തിഗ്ഫാഫൻ ബിഹി ലഖിയല്ലാഹു വലഹു ഇൻദഹു അഹദുൻ. അൽ ഹദീസ് കഴിഞ്ഞ ക്ലാസ് വന്ന ഹദീസാണ്. ഇത് ശരിയാവണ്ണം ഒരു കുറവും വരുത്താതെ നിർവഹിച്ചവന് അള്ളാഹുവിൻ്റെ ഒരു കരാറുണ്ട്, അല്ലാത്തവന് ആ കരാർ ഉണ്ടാവുക ഇല്ല. നമ്മൾ പറഞ്ഞു സ്വർഗം നൽകാമെന്ന് അള്ളാഹ് കരാർ ചെയ്തിരിക്കുന്നു ആ ഹദീസ്. അപ്പോൾ അവിടെ അള്ളാഹു തന്റെ അടിമകൾക്ക് ഫർളാക്കിയിരിക്കുന്നു എന്ന് തന്നെ പ്രത്യേകമായ ഹദീസിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ഹുക്കം എന്ന് വെച്ചാൽ വാജിബാണ്. നിസ്കാരം 5 വക്ത് നിസ്കാരം വാജിബാണ്. ആർക്ക്? മുസ്ലിമായ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാവർക്കും നിസ്കാരം വാജിബാണ്. അടുത്ത അധ്യായം ഹുക്മുസ്സലാ ഫി ഹഖ്ഖിൽ കാഫിർ, അവിശ്വാസിക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? അസ്സലാത്തു ലാ തജിബു
അലൽ കാഫിരിൽ അസ്ലി, അസ്ലിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ജന്മനാൽ തന്നെ അവൻ അവിശ്വാസിയാണ്. എന്താണ്? അതെ, ഹദീസിലെ വാക്യാണ് ഇപ്പൊ പറഞ്ഞില്ലേ? അതെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹദീസാണ്. ഒരാശയം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഹദീസ് വന്നു, ഒരാശയം പറഞ്ഞു, ഇല്ലെങ്കിൽ അവന് അഹദില്ല. അവൻ ഇൻതഖസ മിൻ ഹഖ്ഖിഹി ശൈഅൻ ഇസ്തിഗ്ഫാഫൻ ലഖിയ അല്ലാഹ വലാ അഹദ ലഹു, അവന് അഹദില്ല, കരാറില്ല. ഇൻഷാ അദബഹു ഇൻഷാ ഗഫറ ലഹു, അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അവന് ശിക്ഷിക്കുകയും ചെയ്യും. കഴിഞ്ഞ ക്ലാസ് വന്ന ഹദീസാണ്, അതോടെ വായിക്കാതെ പോയത്. അസ്ലിയായ കാഫിറാണെങ്കിൽ അവിടെ നിസ്കാരം നിർബന്ധമില്ല. ഫലാ യുൽസമു ബിസ്സലാത്തി ഹാല കുഫ്രിഹി, കുഫ്റിന്റെ അവസ്ഥയിൽ നിസ്കരിക്കാൻ അവനെ നിർബന്ധിക്കേണ്ടതില്ല. ഇസ്ലാമിക രാജ്യത്ത് അവൻ ജീവിക്കുന്നു, മുസ്ലിം അല്ല, അവന് നിസ്കരിക്കണമെന്ന് പറയണോ? വേണ്ട. ഓ നിസ്കരിക്കാൻ അവനെ പോലീസ് ഓടിക്കോ? ഇല്ല, അവന് നിർബന്ധിക്കേണ്ട കാര്യമില്ല. വലാ തസിഹു മിൻഹു ലൗ ഫഅൽഹാ, ചെയ്താലൊട്ട് ശരിയാവുകയുമില്ല. വലാ തസിഹു മിൻഹു ലൗ ഫഅൽഹാ, അവൻ ഇനി അഥവാ നിസ്കരിച്ചാൽ തന്നെ ആ നിസ്കാരം സ്വഹിയാവുകയും ഇല്ല. പോലും മുസ്ലിം അല്ല, പക്ഷെ അവൻ നിസ്കരിച്ചു. അങ്ങനെ പലരും കാണാം, നോമ്പ് വയ്ക്കുന്ന മനുഷ്യന്മാർ, നിസ്കരിക്കുന്ന ആളുകൾ, വലിയ പേപ്പറിൽ ന്യൂസൊക്കെ വരും. അത് ന്യൂസ് വരും, പക്ഷെ അത്രേ ഉള്ളൂ. ആ നിസ്കാരം സ്വഹിയാകുമോ ചോദിച്ചാൽ ഇല്ല. വലാ യൽസമുഹു ഖളാഉഹാ ബഅദ ഇസ്ലാമിഹി, അവൻ ഇസ്ലാം സ്വീകരിച്ചാൽ പഴയ കാലത്തെ നിസ്കാരം ഖളാ വീട്ടലും നിർബന്ധമില്ല. ഇസ്ലാമിലേക്ക് വന്നു, അപ്പം ഞാൻ പഴയ കാലത്ത് വാജിബാണല്ലോ, അതൊക്കെ പല നിസ്കരിച്ച് വിട്ടുക, അതില്ല, അതും അവന് വരുന്നില്ല. വഹാദ മുജ്മഉൻ അലൈഹി, ഈ പറയപ്പെട്ട കാര്യത്തിലും പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. വലാകിന്നഹു, പക്ഷേ യുഹാസബു അലൈഹാ ഫിൽ ആഖിറ, യുഹാസബു അലൈഹ, അവൻ വിചാരണ ചെയ്യപ്പെടും, അലൈഹ ആ നിസ്കാരത്തിൻ്റെ പേരിൽ, ഫിൽ ആഖിറ, പരലോകത്തൊരു വിചാരണ ഉണ്ടാവും. നീ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന് ചോദ്യമുണ്ടാവും. തെളിവ് നേരത്തെ പറഞ്ഞ ആയത്തന്നെ, ലിഖൗലിഹി തആല അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞല്ലോ, മാ സലകകും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്ന മറുപടി. നരകത്ത് പോകാൻ കാരണമെന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലായത്, ഇസ്ലാമിലെ ഫർളുകളൊക്കെ അവരോടും വിചാരണയുണ്ട് പരലോകത്ത്. എന്നാൽ ചിലർ പറഞ്ഞു അവർക്കും നിർബന്ധമാണ്, പക്ഷെ ചെയ്താൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നേ ഉള്ളൂ. അതൊന്നും തീപിടുത്താൻ പറ്റില്ല. ആകെ വേറെ ഇസ്ലാമിക്ക് വരുന്നതും ഇസ്ലാമെന്ന് ഒരു പാർട്ടി വേറെ പാർട്ടിക്ക് മാറുന്നതും ഒരേപോലെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾക്ക് ജീവിതകാലത്ത് ഇതിനെ പറ്റി ഒരു ബോധം ചെയ്യാതെ നടന്നു, പിന്നെ അയാൾ ഒരു ബോധമൊക്കെ ഉണ്ടായി, അതൊക്കെ വരാം, അതൊക്കെ വകുപ്പ് വേറെയാണ്. അയ്യമ്മനാത്ത് മറ്റ് പറഞ്ഞ ഇതിൽ വരുന്നുണ്ട്. ഒരു ബോധപൂർവ്വം ഒഴിവാക്കിയാൽ, മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ, അറിവില്ലായ്മ കൊണ്ട് ഒഴിവാക്കിയാലൊക്കെ പിന്നീട് അത് ഖളാ വീട്ടണോ എന്നുള്ളത് ശേഷം വരുന്നുണ്ട്. ഇല്ല, എല്ലാ തെറ്റും പുറത്തു പോകും. അല്ല, മുസ്ലിം ആയ പിന്നെ ചോദ്യമില്ല. മുസ്ലിം ആയി വന്നു കഴിഞ്ഞാൽ ഓന് കഴിഞ്ഞു, പഴയതൊക്കെ പുറത്തു പോയി. അല്ലാത്തതിനെ പറ്റിയാണ് പറഞ്ഞത്. മുസ്ലിം അല്ലാതെ ജീവിച്ചു, മുസ്ലിം അല്ലാതെ മരിച്ചു എങ്കിൽ പരലോകത്തിന് വിചാരണ ഉണ്ട് നിസ്കാരത്തിൻ്റെ പേരിൽ. അതാണ് മുസ്ലിക്കായി തന്നെ ജീവിച്ച് മരിച്ചു പോയി, അതെ, അമലിൻ്റെ പേരും വിചാരണ ഉണ്ട്. എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നീ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്നുകൂടി അവന് ചോദ്യമുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൂടി ഫർളുകൾ കൂടി അവരുടെ ചോദ്യമുണ്ടാകും എന്ന് ഇത് മനസ്സിലാകാം. മുസ്ലിമായി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പഴയത് അൽ ഇസ്ലാം യസുബ്ബു മാ കാന ഖബ്ലഹ, ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ മുമ്പുള്ളതൊക്കെ പരിഹരിച്ചു പോയി, പിന്നല്ല, എല്ലാം കഴിഞ്ഞു, ഫ്രഷ് ആയിട്ടൊരു റീസ്റ്റാർട്ട് ചെയ്യാം. ഇനി ഹുക്മു സ്വലാ ഫി ഹഖ്ഖി സ്വഗീർ, ചെറിയ കുട്ടിയുടെ കാര്യത്തിലുള്ള നിസ്കാരത്തിൻ്റെ വിധി കൊടുക്കല്ലേ. ചെറിയ കുട്ടി ഏത് പ്രായം മുതൽ നിസ്കാരം ആരംഭിക്കണം, ഏത് പ്രായം മുതൽ അവന് നിർബന്ധമാകും എന്നാണ് 1241. ലാ തജിബു സ്വലാത്തു അലാ ഗൈരിൽ ബാലിഗി, പ്രായപൂർത്തി ആയിട്ടില്ലാത്തവന് നിസ്കാരം നിർബന്ധമില്ല. വഹുവ സ്വഗീർ, അവനാണ് സ്വഗീർ എന്ന് പറയുക. ഇപ്പോൾ കുട്ടിയുടെ ഏതാണ്, 10ാം ക്ലാസ് കഴിഞ്ഞതല്ല, 18 വയസ്സ് കഴിഞ്ഞതല്ല, പ്രായപൂർത്തി ആയോ ഇല്ലേന്നാണ്. ഒന്നുകിൽ 15 വയസ്സ് തികയുക, അല്ലെങ്കിൽ അതിനു മുമ്പ്
ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുക, ആൺകുട്ടികളാണെങ്കിൽ. പെൺകുട്ടിയാണെങ്കിൽ ആർത്തവം ഉണ്ടാവുക. അതാണ് പ്രായപൂർത്തിയുടെ ലക്ഷണം. അപ്പോൾ പ്രായപൂർത്തി എത്താത്ത ഒരാൾക്ക് നിസ്കാരം നിർബന്ധമില്ല. പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാലോ നിസ്കാരം നിർബന്ധമാണ്. വഹാദ മുജ്മഉൻ അലൈഹി, അതിൽ ഇജ്മാ ഉണ്ട്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ, നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ് തെളിവ്. 3 കാര്യങ്ങളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ രേഖപ്പെടുത്തുകയില്ല. നമ്മളൊക്കെ ചെയ്യണമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. 3 കൂട്ടത് രേഖപ്പെടുത്തുകയില്ല. അനി നാഇമി, ഉറങ്ങുന്നവന്, ഹത്താ യസ്തൈഖിദ, ഉണരുന്നത് വരെ. ഉറക്കത്തിൽ ഒരാൾ എന്തും വിളിച്ചു കുറ്റം കിട്ടൂല. ഉറക്കത്തിൽ അവിടത്ത് കണ്ടു കുറ്റമില്ല. ഉറക്കത്തിൽ പറഞ്ഞ് എന്ത് കുഫർ പറഞ്ഞാലും ശരി അതിൻ്റെ പേരിൽ ഹുക്കുമുണ്ടാവില്ല. അവന് പേന ഉയർത്തപ്പെട്ടു, അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ പിന്നെ രേഖപ്പെടുത്തപ്പെടുകയില്ല. വാനി സ്വബിയി, കുട്ടിയുടെ കാര്യത്തിലും, ഹത്താ യഹ്തലിമ, പ്രായപൂർത്തിയാകുന്നത് വരെ. വാനിൽ മജ്നൂൻ, ഭ്രാന്തനായ ആൾക്കും, ഹത്താ യഅഖില, അവൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടുന്നത് വരെ. അപ്പോൾ ആ 3 വിഭാഗം ആളുകൾക്ക് കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയില്ല. അതൊക്കെ വേറെ വിഷയം, തല്ലൊക്കെ വേണ്ടിരും. ഇസ്ലാമിൽ ഓന് നിയമങ്ങൾ ബാധകമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ശിക്ഷിക്കപ്പെടില്ല എന്നേ ഉള്ളൂ. ചെയ്യാൻ പറയണം, അത് വേറെ. പക്ഷെ ചെയ്തില്ലെങ്കിൽ അവന് കുറ്റമില്ല. ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ ബാപ്പാക്കെ കുറ്റണോ ചെയ്യും. ചെയ്തിന് കുട്ടിക്ക് കുറ്റമില്ല, ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ ബാപ്പാക്ക് ചിലപ്പോൾ കുറ്റം കിട്ടും. അത് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്, അത് വേറെ. യജിബു അലൽ വലിയ്യി, യജിബു അലൽ വലിയ്യി, രക്ഷിതാവിന് വാജിബാണ്. അംറു സ്വഗീരി, ചെറിയ കുട്ടിയോട് കൽപ്പിക്കൽ, ബിസ്വലാ, നിസ്കാരിക്കാൻ കൽപ്പിക്കൽ രക്ഷിതാവിന് നിർബന്ധമാണ്. എങ്ങനെ കൽപ്പിക്കണം? അംറ നദ്ബിൻ, സുന്നത്തായ നിലക്കുള്ള കൽപ്പിക്കൽ. ഇലാ ബലഗ സബ്അൻ, 7 വയസ്സായാൽ തന്നെ. അപ്പോൾ 7 വയസ്സായ കുട്ടിയോട് വേണം നിസ്കരിച്ചാൽ എനിക്ക് കുറ്റം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടില്ലല്ലോ. പക്ഷെ അവനെ പ്രേരിപ്പിക്കുക, നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുക. ആ നിലയ്ക്ക് അവനോട് കൽപ്പിക്കൽ വലിയന് വാജിബാണ്. നിസ്കരിക്കൽ കുട്ടിക്ക് വാജിബാണോ? അല്ല. നിസ്കരിക്കാൻ പറയൽ വലിയന് വാജിബാണ്. വഹാദ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, ഇതും മൊത്തത്തിൽ ഇജ്മാഉള്ള കാര്യമാണ്. മൊത്തത്തിൽ ഇജ്മാഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും മൊത്തത്തിൽ ആ കാര്യത്തിൽ ഇജ്മാഉണ്ട്. വയജിബു അലൈഹി, മാത്രമല്ല രക്ഷിതാവിന് വാജിബാണ് ഇജ്ബാറുഹു, അവൻ നിർബന്ധിക്കൽ, അലാ അദാഇഹാ, നിസ്കാരം നിർവഹിക്കാൻ. ഇദാ ബലഗ അശ്റൻ, 10 വയസ്സായാൽ നിസ്കരിക്കാൻ നിർബന്ധിക്കലും ബാപ്പാക്കൽ ഉമ്മാക്കൽ അല്ലെങ്കിൽ രക്ഷിതാവിന് നിർബന്ധമാണ്. ലിയതഅവ്വദ അലൈഹാ, അവനത് ശീലിക്കുവാൻ വേണ്ടി. നിസ്കാരം വാജിബായിട്ട് അപ്പം നോക്കാം എന്നാൽ അതേ ഉണ്ടാകുന്നാലോ, വാജിബാകുമ്പോൾ അവൻ ചെയ്യൂല. അപ്പം 7 വയസ്സ് മുതൽ തന്നെ പറഞ്ഞു തുടങ്ങുന്നു, കൽപ്പിച്ചു തുടങ്ങുന്നു. 10 വയസ്സായാൽ നിർബന്ധപൂർവ്വം അവനോട് ആവശ്യപ്പെടുന്നു. അന്നും ഒരു നിസ്കാരം വാജിബാണോ? അല്ല. അപ്പം ഇത് കൽപ്പിച്ചില്ലെങ്കിൽ ബാപ്പാ കുറ്റുണ്ടാവും. ബാപ്പാക്ക് വാജിബാണ്, വലിയന് വാജിബാണ്. അത് ചെയ്തില്ലെങ്കിൽ അയാളുടെ വാജിബ് അയാൾ വിളിച്ചു വരുത്തി എന്ന കുറ്റം അയാൾക്കുണ്ടാകും. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വാക്കാണ് തെളിവ്. മുറു അബ്നാഅക്കും ബിസ്സലാ, നിങ്ങളെ മക്കളോട് നിങ്ങൾ നിസ്കാരം കൽപ്പിക്കുവീൻ. ലിസബ്ഇൻ, 7 വയസ്സാകുമ്പോൾ. ലിസബ്ഇ സിനീന വദരിബൂഹും അലൈഹാ, നിസ്കാരത്തിൻ്റെ കാലത്ത് നിങ്ങൾ മക്കളെ അടിക്കുവീൻ. ലി അശ്രിൻ, 10 വയസ്സായാൽ നിങ്ങൾ അവരെ അടിക്കുകയും ചെയ്യുവീൻ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ 7 വയസ്സ് കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കണം. അപ്പോഴേ അവർക്കൊരു ആദത്ത്, നിസ്കരിക്കുക എന്നൊരു സമ്പ്രദായം, ഒരു ശീലം അവർ ഉണ്ടായി വരികയുള്ളൂ. അപ്പം മക്കളെ ദീനിയായി വളർത്തുക എന്ന് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബാധ്യതയാണ്, അതിൻ്റെ ഭാഗമാണ്. 10 വയസ്സായിട്ട് കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കുക എന്നത് ബാധ്യതയാണ്. അറബി വർഷം കൊണ്ട് ഇനി ലാ തസിഹുസ്സലാ, നിസ്കാരം സ്വഹീയാവുക ഇല്ല മിനസ്വഗീരി ഗൈരിൽ മുമയ്യിസി, വകതിരിവില്ലാത്ത കുട്ടിയുടെ നിസ്കാരം ശരിയാവുകയില്ല. വകതിരിവില്ലാത്ത കുട്ടി, സാധാരണ ഒരു 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ ചിലപ്പോൾ നമ്മൾ ഒപ്പം നിസ്കരിക്കും,
ചിലപ്പോൾ ഇടയിൽ ഇറങ്ങിപ്പോകും, ചിലപ്പോൾ ടൗസർ ഉണ്ടാവും, ചിലപ്പോൾ ടൗസർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിസ്കരിക്കും, ആയിക്കോട്ടെ നിസ്കരിച്ചോട്ടെ. പക്ഷെ ആ നിസ്കാരം ശരിയാകുമോ? ഇല്ല. വകതിരിവില്ലാത്ത കുട്ടിയാണ്, പ്രായപൂർത്തിയല്ല, വകതിരിവെത്താത്ത കുട്ടിയാണെങ്കിൽ അവിടെ നിസ്കാരം ശരിയാവുക ഇല്ല. വഹാദ മുജ്മഉൻ അലൈഹി, ഇതും ഇജ്മാ ഉണ്ട്. കാരണം എന്താ? അന്നഹു ലാ നിയ്യത ലഹു, അവന് നിയ്യത്തില്ല. ഓനിപ്പോൾ വാപ്പസ് കേൾക്കുമ്പോൾ ബാക്കിൽ അവിടെ പോയി എന്നേ ഉള്ളൂ, ഓന് പ്രത്യേകിച്ച് അതിന് നിയ്യത്തൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ വകതിരിവെത്തിക്കഴിഞ്ഞാൽ ഓക്കെ, കാര്യങ്ങൾ വകതിരിച്ച് മനസ്സിലാക്കാവുന്ന ഒരു പക്വതക്കെത്തി, പ്രായപൂർത്തിയായിട്ടില്ല, എന്നാൽ നിസ്കാരം ശരിയാവും. വകതിരിവ് ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ നിസ്കാരം ശരി. കാരണം അപ്പോഴേ വകതിരിവെത്തിയ കുട്ടിയാണെങ്കിൽ ഇമാമൊക്കെ വരെ പറ്റും. പ്രായപൂർത്തിയായിട്ടില്ല, വകതിരിവെത്തിയിട്ടുണ്ട്, ഓനെ ഇമാമാക്കി നമുക്ക് പിന്തുടരാൻ പറ്റും. ഇമാം അസ്ഖലാനി 9-ാം വയസ്സിൽ മസ്ജിദുൽ ഹറാമിൽ തറാവീഹ് ഇമാം വന്നിട്ടുണ്ട്. 9-ാമത്തെ വയസ്സിൽ മസ്ജിദുൽ ഹറാമിൽ തറാവീഹ് ഇമാം എന്ന ആളാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. വതസിഹു മിൻഹു, എന്നാൽ അവന് സ്വഹീഹാവും ബഅ്ദുൽ ഇബാദാത്തിൽ ഉഖ്റ, മറ്റു ചില ഇബാദത്തുകൾ സ്വഹീഹാവും. കൽ ഹജ്ജി, ഹജ്ജ് പോലെ. ഇപ്പോൾ ചെറിയ കുട്ടി, നമ്മളിപ്പോൾ ഹജ്ജിനൊപ്പം കുട്ടിയും കൊണ്ടുപോയി, നമ്മൾ ഇഹ്റാമൊക്കെ ചെയ്യിച്ചു, നമ്മളെ കൂടെ കുട്ടി എടുത്ത് തവാഫ് ചെയ്തു, സഅയ് ചെയ്തു എങ്കിൽ അത് സ്വഹീഹാകും. പക്ഷെ ആ കുട്ടിൻ്റെ ഫർളായ ഹജ്ജിന് ഇത് പകരം മതിയാകുമോ വെച്ചാൽ മതിയാവില്ല, അതുകൊണ്ട് വലുതായിട്ട് പാടെ ചെയ്യണം. പക്ഷെ ആ ഹജ്ജ് സ്വഹീഹാവും. എന്നാൽ നിസ്കാരമോ ആ പ്രായത്തിൽ സ്വഹീഹാവുന്നില്ല. അപ്പം ചില ഇബാദത്തുകൾ സ്വഹീഹാകും. ലിമാ റവാ മുസ്ലിമുൻ അൻ ഇബ്നു അബ്ബാസിൻ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, നബി തങ്ങൾ അനഹു ലഖിയ റക്ബൻ ബിർറൗഹ, റൗഹ എന്ന സ്ഥലത്ത് വെച്ച് നബി തങ്ങൾ ഒരു യാത്രാ സംഘത്തെ കണ്ടുമുട്ടി. ഫഖാൽ മനിൽ ഖൗം, അവൻ നബി ചോദിച്ചു ഇതാരാണ്? ഖാലു അൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. ഫഖാൽ, അവർ ചോദിച്ചു മൻ അൻത, നിങ്ങളാരാണ്? ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലാണെന്നു. ഫറഫഅത് ഇലൈഹി ഇംറഅത്തുൻ സബിയ്യ, അപ്പം നബിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ തൻ്റെ ഒരു കുട്ടിയെ എങ്ങനെ ഉയർത്തി കാണിച്ചു നബിയുടെ അടുത്തേക്ക്. ഫഖാലത്ത്, ആ സ്ത്രീ ചോദിച്ചു അലി ഹാദാ ഹജ്ജുൻ, അലി ഹാദാ ഹജ്ജ്, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ? ഖാല നഅം, ഉണ്ട്. വലക്കി അജ്റുൻ, നിനക്ക് കൂലിയുമുണ്ട്. ആ കുട്ടിക്ക് ഹജ്ജുണ്ട്, കൂലി നിനക്കുമുണ്ട് എന്ന് നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു. അവിടെ അലി ഹാദാ ഹജ്ജുന്ന, അലാ ഹാദാ ഹജ്ജുന്നല്ല, അലാ ഹാദാ എന്നായാൽ ഈ കുട്ടിക്ക് ഹജ്ജ് നിർബന്ധമാണോ എന്നാണ്. അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്നേ. അപ്പോൾ ഈ കുട്ടി ഹജ്ജ് ചെയ്താൽ ശരിയാകുമോ? അതാണ് അലി ഹാദാ ഹജ്ജുൻ. ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ ചോദിച്ചാൽ ഈ കുട്ടി ഹജ്ജ് ചെയ്താൽ ശരിയാകുമോ? നഅം, ശരിയാകും. വലക്കി അജ്നക്ക്, കൂലിയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പം ഹജ്ജ് ശരിയാകുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. ഇതാ ഫഅല സ്വഗീറുൽ മുമയ്യസു ഔ ഗൈറുൽ മുമയ്യസി, ഇനി വകതിരിവുള്ള കുട്ടിയോ വകതിരിവില്ലാത്ത കുട്ടിയോ ചെയ്തു അൽ ഇബാദത്തല്ലത്തി തുശ്ഉ ഫീ ഹഖ്ഖിഹി, അവൻ്റെ കാര്യത്തിലും ശരഅ അംഗീകരിച്ച ഒരു ഇബാദത്ത് ചെയ്തു എങ്കിൽ ഉസീബ അലൈഹാ, ആ കുട്ടിക്കും അതിന് പ്രതിഫലം കിട്ടും. ഈ കുട്ടി ഹജ്ജ് ചെയ്തു, കുട്ടിക്കും കൂലിട്ടും മകൻ കൂലിട്ടും. പക്ഷെ കുട്ടിൻ്റെ ഫർള് വീടോ? ഇല്ല, അതും വലുതായിട്ട് വേറെ ഹജ്ജ് ചെയ്തു കൊള്ളാം. പക്ഷെ സുന്നത്തായ കൂലിയോന് അവിടെ കിട്ടും. ലിഖൗലിഹി തആല മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹാ, ഒരു നന്മ ആര് ചെയ്താലും അവന് 10 ഇരട്ടി പുണ്യമുണ്ട് എന്ന് പറഞ്ഞ വ്യാപകാർത്ഥത്തിൽ അവരും പെടുന്നു. ഒരു ഹദീസ് ഇബ്നു അബ്ബാസിൻ അസ്സാബിഖ്, തൊട്ടുമേലെ പറഞ്ഞ ഇബ്നു അബ്ബാസിൻ്റെ ആ ഹദീസും തെളിവാണ്. ഹജ്ജുണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഉണ്ടെങ്കിൽ പിന്നെ കൂലിട്ടും, മകൻ കൂലിട്ടും, കുട്ടിക്കും കൂലി കിട്ടും. ഫഇല്ലം യഫ്അലിൽ വലിയ്യു, ഇനി വലിയ ചെയ്തില്ല എങ്കിൽ, രക്ഷിതാവ് ചെയ്തില്ല, മിൻ മാ വജബ അലൈഹി മിൻ അംരി സ്വഗീരി വ ഇജ്ബാരിഹി, കുട്ടിയുടെ കാര്യത്തിൽ രക്ഷിതാവ് ചെയ്യൽ നിർബന്ധമായ കാര്യം രക്ഷിതാവ് ചെയ്തില്ല, അവർ നിർബന്ധിച്ചില്ല നിസ്കരിക്കാൻ, ആ നിലക്കുള്ള ഒരു ശീലമുണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ അസീമ, ആ രക്ഷിതാവ് കുറ്റക്കാരനായി മാറും. അപ്പോൾ 7 വയസ്സായിട്ട് കുട്ടികൾ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ല, 10 വയസ്സായിട്ട് നിർബന്ധപൂർവ്വം നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ആ രക്ഷിതാവ് കുറ്റക്കാരനായി മാറും. മാത്രമല്ല വവജബ അലാ വലിയ്യിൽ അംരി, വലിയുൽ അംർ ഭരണാധികാരി, ഭരണാധികാരിക്ക് നിർബന്ധമാണ് തഅ്സീറുഹു അലാ ദാലിക, അതിൻ്റെ പേരിൽ ഈ രക്ഷിതാവിന് വാണിംഗ് നൽകൽ ഭരണാധികാരിക്ക്
ബാധ്യത. ഒരു വാപ്പ കുട്ടികളെ നിസ്കാരമൊന്നും ശീലിപ്പിക്കുന്നില്ല, കുട്ടികളെ നിസ്കരിപ്പിക്കുന്നില്ല, ദീനൊന്നും പഠിപ്പിക്കുന്നില്ല എന്നറിഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെൻറ് ആ വാപ്പാക്കെതിരെ നടപടി സ്വീകരിച്ചോളണം. കാരണം എന്താ, ആ നാട്ടിൽ പിന്നീട് അടുത്ത തലമുറയിൽ നിസ്കരിക്കാത്ത തലമുറ ഉണ്ടായി വരും. അത് പറ്റൂല. ദീനറിയാത്ത, ദീന പഠിക്കാത്ത തലമുറ ഉണ്ടായി വരാൻ പറ്റൂല. ആണ് വാപ്പാൽ ശ്രദ്ധിച്ചോളണം മക്കളൊക്കെ ആ വഴിക്ക് വളർത്തുന്നു വന്നത്. അവൻ അല്ലാഹു വാജിബാക്കിയ കാര്യം അവൻ ചെയ്തിട്ടില്ല. അപ്പം അതിന് ആ വാജിബ് വീഴ്ച വരുത്തിയവരെ നിലക്ക് ഭരണാധികാരി അതിൽ ഇടപെടൽ ഭരണാധികാരിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഒരു നാട്ടിൽ ഇസ്ലാമിക രാജ്യത്ത് പള്ളി ഉണ്ടാവൽ സർക്കാരിൻ്റെ കടമയാണ്. അവിടെ മദ്രസ ഉണ്ടാവൽ സർക്കാരിൻ്റെ കടമയാണ്. അവിടുത്തെ മക്കളെ പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതാണ് ഇതിൽ പറയുന്നത്. രക്ഷിതാവ് ആരാണോ അവർ, വാപ്പണി വാപ്പാണ് സ്ഥാനത്ത് ആരാണോ കൈകാര്യം ചെയ്തത് അവർ. വലിയവൻ, അതോടെ വലിയവനത് ഇവിടെ പിതാവ് പറയാതെ വലിയവനാണ്. കുട്ടി രക്ഷിതാവ് ആരാണോ ആ രക്ഷിതാവിനാണ് ബാധ്യത. വല്ലാഹു അഅലം. അവിടെ നോട്ടെ. അപ്പോൾ ഇതിൽ 4 അധ്യായങ്ങൾ പെടുത്തും ഈ ഇത് തന്നെ. ഈ ഹുക്മു സ്വലാ ഫി ഹഖ്ഖി സാഇലിൽ അഖ്ൽ, ബുദ്ധിയില്ലാത്തവൻ അവൻ്റെ നിസ്കാരത്തിൻ്റെ ഹുക്മ്. നേരത്തെ ബുദ്ധി ഇല്ലാത്തതുണ്ടാകാം, ബുദ്ധി പല കാലം കൊണ്ട് ഇല്ലാതായിട്ടുണ്ടാകാം, തൽക്കാലം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ബോധക്ഷയമുണ്ടായി, ബുദ്ധി നഷ്ടപ്പെട്ടു, ലഹരി ബാധിച്ചു, ഒരാൾ മദ്യപിച്ചു, ബുദ്ധി പോയി, അയാൾക്ക് ഇതേ ഹുക്കുമാണോ? ഹറാമ് ചെയ്താണല്ലോ. ചിലപ്പോൾ ഒരാൾക്ക് അനസ്തേഷ്യ കൊടുത്തു, അതിൽ അയാൾക്ക് ഒരു ആലീസം ബോധം ചെയ്യാതെ കിടന്നു, ഞാൻ അയാൾ എഴുന്നേറ്റാൽ പിന്നെ ആ നിസ്കരിക്കണോ? അതൊക്കെയാണ് ഈ അധ്യായത്തിൽ ഇൻഷാ അല്ലാഹ് വരിക. അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. ഏതായാലും പരമാവധി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല അവൻ്റെ ദീന് ശരിയാവണ്ണം പഠിക്കാനും ഉൾക്കൊള്ളാനും അത് പ്രകാരം അമൽ ചെയ്യാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഫഖനല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.